ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? അങ്ങനെ യുണീക് ടോക്ക് 93 ആണല്ലേ ഇന്ന്. എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? ഇവിടെ കണക്ഷൻ എന്തോ ഇഷ്യൂ. ഓക്കെ അല്ലേ? താങ്ക് യു. യുണീക് ടോക്ക് 93 ആണല്ലേ ഇന്ന്. 93ാമത്തെ ആഴ്ചയാണിന്ന്. ഇന്നത്തെ ടോപ്പിക്കോ കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ? അതിന്റെ മുന്നേ ഒന്നും കൂടെ കൈൻഡായി റിക്വസ്റ്റ് ചെയ്യാണ്, പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഏകദേശം 28 ആൾക്കാരെടുത്ത് കാണുന്നുണ്ട്. യാത്രയിലോ മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിലും വീഡിയോ മോഡിലൊന്ന് വരണേ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹാർമണി ഓഫ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നമ്മളെ ബന്ധങ്ങളിൽ ആ ഒരു സന്തോഷം, എന്താ പറയുക, ഒരു വൈറസ് എല്ലാ ഹാപ്പിനെസ് വേറെ ലെവൽ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ വീഡിയോ മോഡിൽ ഇരിക്കണ്ടേ ഏത് ബന്ധത്തിന്? ഇപ്പൊ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഒരു അടിപൊളി ബന്ധം കൊടുക്കാൻ നമ്മൾ വീഡിയോ മോഡിൽ ഇരുന്ന് ആൾക്കൊരു എനർജി പാസ് ചെയ്യണമല്ലോ. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. വേറെ യാത്രയിലോ തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ പോകുന്നത് നമ്മൾ സെഷൻ എടുക്കുന്ന അഫ്സൽ സാറോ നമ്മുടെ ടീംമേറ്റ്സ് ആരുമല്ല, നമ്മളെ ഷെറീന മാം ആണ്. മാം നമ്മളെ യുണീക്കിക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം തേർഡ് ബാച്ചിൽ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ. ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, മൈൻഡ് പവർ ട്രെയിനർ എന്ന് കണ്ട സമയത്ത്. പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനർ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ബ്രേക്ക് വോയിസിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ പറയട്ടോ. ഇവിടെ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഷെറീന മാം ആണ് സെഷൻ എടുക്കുന്നത്. ഓക്കെ, അജ്വത് സാർ വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. വേറെ അതുപോലെ അൻസൽ സാറിനെയും കാണുന്നുണ്ട്. താങ്ക് യു. യൂണിക് ടോക്കിൽ നമ്മൾ സ്ഥിരമായിട്ട് അഫ്സൽ സാർ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പൊ ജോയിൻ ആയിട്ടില്ലവർ അവരുടെ ഡിസ്ട്രിക്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാമോ, ഏത് ജില്ലയിൽ നിന്നാണ് ആയിട്ടുള്ളതെന്നുള്ള? പതിയെ നമുക്ക് അങ്ങോട്ട് ക്ലാസ്സിലേക്ക് കയറാമെന്നുള്ളത്. ക്ലാസ്സിന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാന്ന് എനിക്കറിയാം. എന്നാലും നമ്മളൊന്നും എന്താ പറയാ, എവിടെ നിന്നാണ് ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയാലോ. ജസ്റ്റ് നിങ്ങളെ ഡിസ്ട്രിക്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഐഫോൺ മലപ്പുറം, ഷബാന മാം കോഴിക്കോട്, വർദ്ധ മാം കോഴിക്കോട്, സുഹറ മാം കാസർഗോഡ്, മലപ്പുറത്തൊന്നും ആരുമില്ല. അജ്വത് സർ കാലിക്കറ്റ്, ലക്ഷദ്വീപ് ഫാത്തിമ മാം, സക്കീന മാം മലപ്പുറം, ഷാന മാം മലപ്പുറം കൊണ്ടോട്ടി, ഹാഫില മാം കോട്ടയം, ഹാരിസ്ക കൊണ്ടോട്ടി, ലക്ഷദ്വീപ് നമ്മൾ ഫാത്തിമ മാം ഉണ്ട്. ജിംഷിദ് സർ തൃശ്ശൂർ, റിഫ മാം ബാലുശ്ശേരി. എനിക്ക് തോന്നുന്നു ഇന്ന് കാലിക്കറ്റ് ഏരിയയാണ് അധികം ഉള്ളതെന്നില്ല. ശൈല മാം ആലുവ. എന്തായാലും റെസ്പോണ്ട് ചെയ്തെടുത്തൊക്കെ താങ്ക് യു. അപ്പോൾ നമ്മൾ പതിയെ സെഷനിലേക്ക് കയറുകയാണ്. ഇന്ന് നമ്മൾ ഷെറീന മാം ആണ് സെഷൻ എടുക്കുന്നത്. ഹാർമണി ഓഫ് റിലേഷൻഷിപ്പ് എന്നുള്ള സംഭവമാണ്. നമ്മൾ എത്ര കണ്ട് പഠിച്ചു കഴിഞ്ഞാലും, കാരണം ഓരോ ദിവസവും നമ്മൾ ഓരോ മനുഷ്യരെ കയ്യിൽ നിന്ന് ഓരോ എക്സ്പീരിയൻസ് ആണ് നേടുന്നത്. നമ്മൾ ദിവസവും പുതിയ മനുഷ്യരെ കാണുന്നുണ്ട്. നമ്മളെ കൂടെയുള്ള അമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്. ആ ഒരു റിലേഷൻ അങ്ങനെയുണ്ട്. ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്ക് എല്ലാ കാലത്തും അവസാനിക്കാത്ത ഒന്നാണല്ലോ. ഒരാളടുത്ത് പെരുമാറുന്ന രീതിയിൽ അവർ നമുക്ക് അടുത്ത ആളടുത്ത് പെരുമാറേണ്ടി വരിക. അപ്പൊ ഇത് എപ്പോഴും എന്താ പറയാ, പുതിയ ഇന്നോവേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണല്ലോ റിലേഷൻഷിപ്പ് എന്നില്ല. അപ്പോൾ ഇന്ന് ആളെ ഡിസ്കസ് ചെയ്യുന്നത് കുറേ പുതിയ കാര്യങ്ങളൊന്നും ആവില്ല. നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ഓർമ്മപ്പെടുത്തുകയായിരിക്കും. ഇന്നലെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഇന്നലെ ISR ഒന്ന് വിക്ഷേപിച്ചൊരു സംഭവത്തിൽ വന്ന കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്കറിയുന്ന കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യുണീക് ടോക്കിൽ എപ്പോഴും നമ്മളൊരു 3 കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ഒരു ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്ന സമയത്ത് എന്താവും ക്ലാസ്സിൽ പറയുന്നുണ്ടാവുക, ആളെങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക, ആളെ ഭാഷയിലേക്കോ അല്ലെങ്കിൽ ആ പറയുന്നത് ശരിയായിട്ടില്ലല്ലോ, ഓളെ ഭാഷ സുഖമില്ലല്ലോ, അങ്ങനെ ഒന്ന് ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിലല്ലാണ്ട് ആളൊന്ന് പൂർണ്ണമായിട്ട് കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു എം ടി കപ്പായിട്ടിരിക്കുക എന്ന് പറയും. എല്ലാ അറിവുമുള്ള ആ, ഞാൻ അടിപൊളിയാണ്, എന്റെ റിലേഷൻഷിപ്പ് ഒക്കെ അടിപൊളിയാണ്, എല്ലാ മനുഷ്യരും എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഒന്നല്ല. എനിക്ക് എവിടേക്കോ ഒന്ന് ഇമ്പ്രൂവ് ആവാനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അങ്ങനെ നമ്മളൊന്ന് റെഡി ആയിട്ടിരിക്കുക. അതായത് ഓപ്പോസിറ്റ് ഇല്ല, ക്ലാസ് എടുക്കുന്ന മാമ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ പറഞ്ഞു നിങ്ങളൊന്നും ബേജാറാക്കുന്നില്ല. സിമ്പിൾ ആയിട്ട് ഒരു പച്ചയായിട്ടുള്ള നല്ലൊരു ഹൃദയത്തോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്ന, പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. യാത്രയിലെ മറ്റു തിരക്കിലൊന്നും ഇല്ല എങ്കിൽ എന്തായാലും നിങ്ങളൊക്കെ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിട്ടാവല്ലോ ജോയിൻ ആയിട്ടില്ലേ. ഒരു പ്രതീക്ഷ നമുക്കും നിങ്ങൾക്കും ഇൻഷാല്ലാ ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഷെറീന മാമിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഷെറീന മാം, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു മിസ്. മിസ്സിന് പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു കേട്ടോ. മിസ്സിന് ഇങ്ങനെ ഇടക്കിടക്ക് മിസ്സിനെ കുട്ടി ഇങ്ങനെ പറയണ്ടായിരുന്നു, എന്താ റിക്വസ്റ്റ് ചെയ്യണേ നിങ്ങളടുത്ത് വീഡിയോ മോഡിൽ വാ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതൊക്കെ ഒരു ഫ്രീ സെഷനാണ് അല്ലെ. 98 ഫ്രീ സെഷനല്ലേ. പക്ഷെ സാറിന്റെ ടീമിന്റെ ഒരു പ്രത്യേകതയാണ് അത് പറയുന്നത്. അപ്പം ഇവിടെ അവർക്ക് ശരിക്കും ഒരു എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. കാരണം
അവർക്കിപ്പം ഈ ഒരു കംപ്ലീറ്റ്ലി നമുക്കറിയാം പ്രീസേഷൻ അതൊരു പ്യൂർ ഇന്റൻഷന്റെ ബേസിൽ നിങ്ങൾക്ക് തരുന്ന ഒരു സംഭവം. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങളടുത്ത് വീഡിയോ മോഡിലും ആയോന്ന് പറയണം. അപ്പൊ അത്രയും റിക്വസ്റ്റ് ചെയ്ത് മീൻസ് ആർക്കും ഒരാഴ്ച ഇല്ലാതെ ഇരുന്നിട്ട് പോലും റിക്വസ്റ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫുൾ എഫേർട്ട് അവിടെ എത്തേ പറ്റും. പിന്നെ ഈ ഒരു സെഷൻ ഇതൊക്കെ ഞാൻ എന്തെങ്കിലും നോക്കി എടുക്കുന്ന പോലെ ആയിരിക്കും. സോ മാക്സിമം ഇപ്പൊ രണ്ടുപേരും ഞാൻ കണ്ട് ന്യൂസ് രണ്ടുപേരും കണ്ട് ഇപ്പം മാക്സിമം ഒന്ന് വീഡിയോ വാച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെയുള്ള സെഷൻസ് കിട്ടുന്ന സമയത്ത് മനസ്സിലാകുന്നത് ഞാനും ഇതേപോലെ കുറെ ഫ്രീ സെഷൻ അറ്റൻഡ് ചെയ്തിരുന്ന ഒരാളാണ്. ഫ്രീ സെഷൻ നമ്മൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ പിന്നെ അവിടെ പേര് കുറിച്ചൊക്കെ ഒരുപാട് സെഷൻ പേര് കൊടുത്തിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇന്നത്തെ റെസ്പോണ്ടാണ് എന്റെ ലക്ഷ്യം പറയുന്നത്. കാരണം റീന മാം സൗണ്ടിൽ ചെറിയൊരു ബ്രേക്ക് വരുന്നുണ്ട്. ഞാനത് ഓക്കെ ആവുമെന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നതാണ് പറയാണ്ടിരിക്കുന്നത്. ഒന്ന് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. ഇപ്പോഴും ഓക്കെ ആണോ? ഇപ്പോഴും ഒരു എക്കോ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഓക്കെ അല്ല ജസ്റ്റ് ഒന്ന് മാറിയിരിക്കാം. ഓക്കെ അല്ല ഓക്കെ ആണോ? എന്തോ ഒരു നോയ്സ് വരുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് അടുത്ത് ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇപ്പൊ വൈബ്രേഷൻ അപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ ആണ്. എല്ലാവർക്കും ഓക്കെ ആണോ? ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആണോ? ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. സീറ്റ് മാറി ഇപ്പോഴും ഓക്കെ ആയില്ലല്ലോ. ഓക്കെ ഇപ്പൊ ക്ലിയർ ആണ്. അപ്പം രണ്ട് പേരൊക്കെ കണ്ടതിൽ സന്തോഷം. അപ്പൊ മാക്സിമം ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കട്ടെ. കാരണം നിങ്ങൾ അവിടുന്ന് തരുന്ന ഒരു എനർജിയാണ് നമ്മുടെ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോ അഥവാ ഈ സെഷനിലല്ല നിങ്ങൾക്ക് എന്ത് സെഷൻസ് കിട്ടുന്ന സമയത്താണെങ്കിലും നിങ്ങൾ മാക്സിമം വീഡിയോ ഓൺ ആക്കി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതും ഒന്നില്ലെങ്കിലും നമ്മളെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതന്നെ ഒരു കാര്യല്ലേ. ആ ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കാം. എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്തിരിക്കും. കാരണം എനിക്ക് ഈ രണ്ടുപേരെ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമയത്ത് ഓക്കെ സുഖമില്ലാത്തവരും ഇനിയിപ്പോ ഫീഡ് ചെയ്യുന്നവരും അങ്ങനെയുള്ളവരൊന്നും കുഴപ്പമില്ല. പോസിബിലിറ്റി ഉണ്ടായിട്ടും വീഡിയോ ഓഫ് ചെയ്യാണ്ട് ഒന്ന് ഓൺ ചെയ്തിരിക്കും. ഓക്കെ സോലിന വന്നു പോയി. യാത്രയിലായിരുന്നു. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് എടുക്കാൻ വേണ്ടി പോണത്. ഇപ്പം ഇതിലിപ്പോ എല്ലാവരും എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് കൂടുതലും എന്താണ് കപ്പിൾസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അപ്പൊ എല്ലാവരും എങ്ങനെ മാരീഡ് ആയിട്ടുള്ളവരാണോ? എങ്ങനെയാണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റിലിടും. ഇതില് അജിവാദ് മാരീഡ് ആണോ? അല്ലല്ലേ. ഓക്കെ മാരീഡ് ആണ്. മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. കാരണം ഇവിടുന്ന് ഇപ്പൊ ചിലപ്പം ഞാൻ പറയുന്നത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ ഒരു സർട്ടിഫൈഡ് റിലേഷൻഷിപ്പ് ട്രെയിനറോ ഒരു കോച്ചോ ഒന്നുമല്ല. ഞാൻ ഒരുപാട് സെഷൻസ് പെയ്ഡ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്റെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുള്ളതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സെഷൻസ് കാര്യങ്ങളും കിട്ടും. ഒരുപാട് ലൈഫ് എന്ന് എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും മേ ബി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവുക.
അല്ലാണ്ട് ഞാനൊരു സർട്ടിഫൈഡ് റിലേഷൻഷിപ്പ് കോച്ചോ അല്ലെങ്കിൽ എന്താ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ല എന്നുള്ള ഒരു സംഭവമാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് പേർക്ക് കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നോ ഒരു കല്യാണത്തിന് മുന്നേ എന്തെങ്കിലും ഒരു ക്ലാസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ചാറ്റ് ബോക്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യും. ഓഫ് കോഴ്സ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ, അപ്പം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ജസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഷെറീന എന്നാണ്. എന്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. നമ്മള് ഗേൾസിനെ സംബന്ധിച്ച്, മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് 2 വീടുണ്ടാവും. അതുപോലെ ഹസ്ബൻഡ് വീട് വരുന്നത് പട്ടാമ്പിയിലാണ്. ഒരു മോനുണ്ട്. ഇപ്പൊ നമ്മളെ അഫ്സൽ സാറിന്റെ യൂണിവേഴ്സിന് നൈറ്റ് പവർ ട്രെയിനറായിട്ട് ജസ്റ്റ് ജൂണിൽ കംപ്ലീറ്റഡ് ആയതാണ്. അപ്പം ഇതാണ് എന്റെ കാര്യം പറയുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇപ്പം എന്റെ ഒരു കാര്യം എടുത്ത് പറയണെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞ 21ാമത്തെ വയസ്സിലാണ്. 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിയുന്ന സമയത്ത് ഡ്രസ്സ്, മൈലാഞ്ചി, ഗോൾഡ്, അതിന്റെ അപ്പുറത്തേക്ക് എന്താന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകൾ എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു കല്യാണം എന്താണ്, ഒരു പാർട്ട്ണർ എന്താണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അറിയാണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഒരാള് ഞാൻ. പക്ഷെ എനിക്ക് എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു റിലേഷൻഷിപ്പിന്റെ ക്ലാസ് കിട്ടിയ എത്ര ബെറ്റർ ആയിരുന്നു എന്നുള്ളത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ റിലേഷൻഷിപ്പിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണത്. അപ്പൊ ഇതിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ കല്യാണം കഴിക്കണേക്കാളും മുന്നേ പാർട്ട്ണറായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോ അതൊരു പേയ്മെന്റ് കുറച്ച് ചിലപ്പോൾ കൂടുതലായിരിക്കും, കുറവായിരിക്കും, അതൊന്നും നിങ്ങൾ നോക്കരുത്. കാരണം ഓൾറെഡി ഒരു ചെലവ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, കാരണം ഇത് നമ്മുടെ ലൈഫാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. സോ ഇപ്പൊ ഫ്രീ ആയിക്കോട്ടെ, പെയ്ഡ് ആയിക്കോട്ടെ, അതിനൊക്കെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ ക്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ അത് യൂസ് ചെയ്യാം. കാരണം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ നമുക്കൊരു സമാധാനം ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഹാപ്പി ആവുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഇല്ലേ? കുറെയൊക്കെ നമ്മള് അല്ലേ, തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ അവസ്ഥ? ഓക്കെ. ഇപ്പം എന്റെ ഇത് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഇക്കാനായിട്ട് തെറ്റണം, മീൻസ് ഹസ്ബൻഡായിട്ട് തെറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആവുക. ഫസ്റ്റത്തെ കേസാട്ടോ പറഞ്ഞത്, ഭയങ്കര ഡൗൺ ആവുക, ഒന്നിനും ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഇരുന്ന ഒരു 90% പക്ഷെ ഇപ്പൊ കുറെ കുറഞ്ഞു വരുന്ന, എന്നാലും ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മീൻസ് ആളേറ്റ് പ്രശ്നം ആവുന്ന സമയത്ത് എനിക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത പ്രശ്നം അറ്റ്ലീസ്റ്റ് ഇപ്പോഴും എനിക്കൊരു 40% വരാറുണ്ട്. ഓക്കെ. അപ്പം അവിടെ നമ്മൾ ഓക്കെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോയ്ഫുൾ സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും, ഇല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മളിപ്പം പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, അത് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ഇന്നർ ചൈൽഡ് ആയിട്ടാണ്. നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നർ ചൈൽഡുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്റേത് എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു റിലേഷൻഷിപ്പ് ഞാൻ എവിടെ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ഉമ്മാന്റെ വീട്ടിലായിക്കോട്ടെ, ഇപ്പം എന്റെ ഉമ്മ ഒരു സിംഗിൾ മദറാണ്. അപ്പം ഉപ്പ അടിപൊളിയായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു 5 വയസ്സൊക്കെ ആകുമ്പോ തന്നെ ആളവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഉമ്മാനെ കാണുന്ന ഒരു സിംഗിൾ പാരന്റ് ആയിട്ടാണ്. പിന്നെ ഞാനൊരു നല്ല റിലേഷൻഷിപ്പ് കണ്ടിട്ടില്ല. ഞാൻ പക്ക ജോയിന്റ് ഫാമിലിയിൽ ഒരുപാട് വർഷം ജീവിച്ചുള്ള ഒരാളാണ്. മീൻസ് ഡിഗ്രി കഴിയുന്ന വരെ പക്ക ഒരു ജോയിന്റ് ഫാമിലി പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ എവിടെയും നല്ലൊരു റിലേഷൻഷിപ്പ് കണ്ടിട്ടില്ല. എവിടെ പോയാലും നേരം വൈകി വരുമ്പോൾ ചീത്ത പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുറ്റം പറയുന്ന, എപ്പോഴും ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ആയിരുന്നില്ല ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്റെ അടുത്തായിരുന്നു. അതൊക്കെ മനസ്സിലാക്കാൻ കുറെ സമയം വേണ്ടി വന്നു എന്നുള്ള കേട്ടോ. അപ്പം അതും നമ്മളുടെ റിലേഷൻഷിപ്പും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്.
സോ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിലോട്ടൊന്ന് നോക്കുക എന്നുള്ളതാണ്. അവിടെ അവിടെ നിങ്ങൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ നോക്കി കണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പ, ഇപ്പൊ ബോയ്സിനെ സംബന്ധിച്ചും നമ്മൾ പോലും ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ ഉപ്പ ബിഹേവ് ചെയ്ത പോലെ ആയിരിക്കാം ചില ടൈമിൽ നമ്മൾ ചെയ്യാം. നമ്മളായിട്ട് നമ്മളങ്ങനെ ബോധേഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ആയിരിക്കില്ല. ഒരു കുട്ടിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഇന്നർ ചൈൽഡിലാണ്. സോ അത് ജസ്റ്റ് നിങ്ങൾ ഒരു അവയർനെസ് ഉണ്ടാവുക എന്നിരിക്കില്ല, കാരണം അതിനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് ഇപ്പൊ പറയാനൊന്നും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു അവെയർ ആയിരിക്കാം. നിങ്ങളുടെ ഇന്നർ ചൈൽഡും നിങ്ങളുടെ റിലേഷൻഷിപ്പും തമ്മിൽ എന്താണ് കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, ദെൻ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതൊന്ന് ജസ്റ്റ് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾ പറയാട്ടോ, ചാറ്റിലിടും. നിങ്ങൾ ഇടയ്ക്ക് അവിടെ ഉണ്ടോ ഇല്ലേന്ന് നോക്കാനാണ്. ഓക്കെ ഓക്കെ, ട്രസ്റ്റ്, യെസ്, കമ്മ്യൂണിക്കേഷൻ, സ്പേസ്, ട്രസ്റ്റ്, പ്രസൻസ്, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ അതിലോട്ട് വരാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബഹറാണ്. കാരണം അത്രത്തോളം നമുക്ക് പടച്ചോന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഒരു റിലീജിയസ് ബേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എന്താ പറയാ, ഇവിടെ സ്വർഗത്തിലെ ഹവ്വയ്ക്ക് എന്തുകൊണ്ടാണ് കൊടുത്തത്? ആണ് കൊടുത്തത്. ഇപ്പൊ പാരന്റ്സിന് കൊടുത്തുകൂടാ? എന്തുകൊണ്ട് സിബ്ലിങ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്? ഏറ്റവും എൻജോയ് ആയിട്ടുള്ള കാര്യം ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അവരൊന്നും കൊടുക്കാണ്ട് ഒരു ഇണയെയാണ് കൊടുത്തത്, ഇണയെ. അപ്പൊ അതായത് ഒരു റിലേഷൻഷിപ്പ്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം, ജസ്റ്റ് കൈ പിടിച്ചാൽ തന്നെ, മുഖത്ത് നോക്കി ചിരിച്ചാൽ തന്നെ നമുക്ക് കൂലി ഉണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, അല്ലെ? അപ്പം അത്രത്തോളം അത് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളതാ. പക്ഷെ എവിടേക്കൊക്കെയോ നമ്മള് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇത്രക്കായി, ഇനിയിപ്പോ ദാണ്ട് തള്ളി നീക്കാം, ഇനിയിപ്പോ ഇയാൾ അങ്ങോട്ട് സഹിക്കാം, ആ ഒരു രീതിയിലേക്ക് അങ്ങനെ തള്ളി നീക്കുന്നവരുണ്ടായിരിക്കാം. ശരിക്കും അതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കി നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ചിലപ്പോൾ നോർമലാണ്, പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ബ്യൂട്ടി നമ്മൾ ഒരിക്കലെങ്കിലും മനസ്സിലാക്കാണ്ട് ഒരിക്കലും ഒരു കപ്പിൾസ് ആയിട്ട് ജീവിക്കരുത് എന്ന് ഞാൻ പറയും. കാരണം അത്രക്കും അടിപൊളിയാണ് അപ്പുറത്ത് നമുക്കൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ ക്ലാസ്സൊക്കെ കിട്ടണേ മാക്സിമം അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം മെയിൻ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാതെ ഇരുന്ന ഒരാള് ഇപ്പോഴും ഞാൻ പറയാണ്, എന്റെ റിലേഷൻഷിപ്പ് 100% ഫുള്ളി അടിപൊളിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓക്കെ, നമ്മള് ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇടണം. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഇത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. നിങ്ങൾക്കിപ്പോ 30, ഞാനിപ്പോ ഇടയ്ക്ക് വിചാരിക്കും, പഠിച്ചോനെ ഇതിന്റെ നല്ല പ്രായത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വെച്ച്, വല്ല 30, 40, 50 മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ലൈഫ് എവിടൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാ. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻ്റാ. ഇപ്പം ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്ത, അല്ലെങ്കിൽ എങ്ങനെയാ സംസാരിക്കുക, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക, അങ്ങനെ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പതിയെ പതിയെ നമ്മൾ പറയില്ല, കുറെ കാര്യങ്ങൾ ലൈഫിൽ നിന്ന് തന്നെ പഠിച്ചു എന്നുള്ളത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോൺ നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പൊ ഇതില് ലേഡീസും ഉണ്ട്, കുറച്ച് ജെന്റ്സിനെ കാണുന്നുള്ളൂ. ഓക്കെ, പിന്നെ ലേഡീസിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ടോൺ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം പിന്നെ ഞാൻ ഒരു ഫസ്റ്റ് കാര്യം പറയാൻ വന്നതായിരുന്നു, വിട്ടുപോയതാ.
ഹൈലി കേസുകളൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര വയലൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നടന്ന് ഒട്ടും അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതൊക്കെ നമ്മൾ അതിനനുസരിച്ച്, നിങ്ങൾക്ക് തന്നെ അറിയാം, അതിനനുസരിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിക്ക് നമ്മൾ പോകണ്ടേ. അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഒരു ചെറുതായിട്ട് നമുക്കൊന്ന് മിനുക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലോട്ടാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോൺ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാ. ഇപ്പം നമ്മളിപ്പോ അവരെടുത്ത് ഒരു ഹൈ പിച്ചിൽ അല്ലെങ്കിൽ വേറെ വലിയൊരു സൗണ്ടിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളടുത്തുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വൈബ് അവിടെ സെറ്റ് ആവില്ല എന്നുള്ളതാ. നമ്മൾ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു 3 days ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി ടോണ്. എനിക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ടോണില്. ഞാനൊക്കെ ഇപ്പം ഇതില് അബ്രോഡൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കാം, മക്കളും എല്ലാവരും ഉണ്ടായിരിക്കും, എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖാണ്, ആ ഒരു രീതിക്ക് സംസാരിച്ചുകൊണ്ട് അവിടെ വെക്കും. അങ്ങനെയല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾ മക്കളെ കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മെല്ലനെ ഒരു സ്ലോ സൗണ്ടിൽ സംസാരിക്കുക പറയില്ലേ. ഓക്കെ, അതായത് എന്താണ്, നല്ല ഒരു മയത്തില് സംസാരിക്കാം. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്ത് ചെയ്യണ്, ആ ഒരു രീതി മാറ്റിയിട്ട് നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യണ്, ആ ഒരു ടോൺ ഉണ്ടല്ലോ, മനസ്സിലായോ? ആ ഒരു ടോണിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഒന്നും വേണ്ട, നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്തുള്ള കാര്യമായിരിക്കും. നിക്കാഹ് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട്, ഒന്നില്ലേ ഇപ്പം എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടൊരു 3 month ഒക്കെ, അന്നത്തെ ടോൺ പറയുന്നത് ഞാൻ ചിന്തിക്കും, ആ ഒരു ടോൺ ഉണ്ടാവില്ലേ, ആ ഒരു ടോൺ കൊണ്ടുവന്നാ മതി. ആ ടോണൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും, അതൊക്കെ പൊടി തട്ടി എടുക്കുക. ഓക്കെ, അത് നമ്മൾ എത്ര സീറ്റ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഞാനൊന്നും മെല്ലനെ സംസാരിക്കാത്ത പോലും ആളാ, എനിക്ക് അങ്ങനെ മെല്ലനെ സംസാരിക്കുക എന്നുള്ള സംഭവം അറിയില്ല. പക്ഷെ ഞാൻ ആ ഒരു 3 month വീട്ടിൽ അങ്ങനെ സംസാരിക്കാനൊന്നും സമ്മതിക്കൂലായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത്. പക്ഷെ ആരും കേൾക്കാണ്ട് വല്യമാന്റെ അടുത്ത് നിന്ന് സംസാരിക്കുക. ഇപ്പൊ എന്റെ വല്യമ്മ പറയും, തുടങ്ങി അവള് കുറുകുറു അറിയാനും പറയും. അത്രക്കും മെല്ലനെ സംസാരിക്കാം, ആ ടോണുകൾ കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഗൾഫിലുള്ള ആളുകളൊക്കെ ഇനി വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ടോണില് സംസാരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് തോന്നും, ഇയാളോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം, ഇയാളെ അടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ എഫേർട്ട് ഇടണം. നമ്മൾ റിലേഷൻഷിപ്പിൽ നമ്മൾ എഫേർട്ട് ഇട്ടേ മതിയാവും. അതായത് അത് മിനിക്ക് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാ. ഓരോ ദിവസം നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞ് എഫേർട്ട് ഇടണം. എഫേർട്ട് ഇടുന്ന സമയത്ത് നമുക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റൂല. ഇപ്പൊ ഞാൻ എന്റേത് അങ്ങനെ ഒരു അൽഹംദുലില്ലാ അങ്ങനെ വലിയൊരു ട്രാജഡി പിടിച്ച കേസൊന്നല്ല എന്റെ പറയണം. പക്ഷെ സമയത്ത് ഇങ്ങനെ തോന്നും. പക്ഷെ എന്നാലും പിന്നെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ, അവരുടെ ടോണ് മാറും. അവർ നമ്മുടെ അടുത്ത് അതേ ടോണിൽ സംസാരിക്കും. ഞാനത് എക്സ്പീരിയൻസ് ഉള്ള കാര്യം കേട്ടോ. നമ്മൾ പേഷ്യൻസ് ആണ്, അത് എവിടെ നിർബന്ധം. നമ്മൾ ഒരു ഇന്റൻഷൻ മൈൻഡിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ സൗണ്ട് പോയോ? ഇതിന്റെ ഇടയിലൊന്ന് പോയിരുന്നത് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പം പേഷ്യൻസ് വേണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ എഫേർട്ട് ഇടും. ചിലപ്പോൾ നമുക്ക് കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ചൊരു എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ നമ്മൾ മൈൻഡിൽ വിചാരിക്കാം, പക്ഷേ ഞാൻ എന്റെ ഈ ഒരു ലൈഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബേ ഇതൊക്കെ ചെയ്യണേ, ഇതൊക്കെ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറുടെ മനസ്സിലേക്ക് നീ എത്തിക്കണേ എന്നുള്ളൊരു സംഭവം വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്ന സമയത്ത് ഇനി ഒന്നും തിരിച്ചു കാണില്ല എന്നുണ്ടെങ്കിലും അപ്പുറത്തുള്ള അതർ സൈഡിലുള്ള പാർട്ട്ണർ ഒരു എഫേർട്ട് ഇടണില്ല എന്നുണ്ടെങ്കിൽ കൂടി പടച്ചോൻ എന്താക്കും, അവിടെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തരും നമുക്ക്. ഓക്കെ, ആൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മൾ ആ ഒരു എഫേർട്ടും ഇപ്പൊ നിങ്ങൾ ഇടുന്ന ഒരു എഫേർട്ടും വെറുതെ ആയിരിക്കൂല. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് ഒന്നും കിട്ടണില്ല അങ്ങനെ വിചാരിക്കരുത്. കാരണം ഈ എന്താണ് മെൻസിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? കൺസിസ്റ്റൻസിയാണ്. എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാറുള്ളതാ, 2 ദിവസം ഈ നല്ലതാണെങ്കിൽ 3-ാമത്തെ ദിവസം തുടങ്ങുവോളാം ശരിക്കുള്ള സ്വഭാവം എടുത്തിടാന്. പിന്നെ ഞാൻ എന്താക്കണം, 4-ാമത്തെ ദിവസം മുതൽ പിന്നെ എഫേർട്ട് ഇട്ട് തുടങ്ങണം. എന്നാലും പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ആൾക്ക് ട്രസ്റ്റ് ചെയ്യുമ്പോൾ 3-ാമത്തെ ദിവസം പോയിണ്ടാവും. അപ്പൊ അത് സംഭവം.
അത് ഞാൻ അത് ആളെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും, പക്ഷെ എനിക്ക് ചില സെഷൻസ് കണ്ടപ്പോഴാ ഇതിന് പുറത്ത് ഇങ്ങനെ സംഭവം ഉണ്ടെന്നൊക്കെ മനസ്സിലായോ. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കൺസിസ്റ്റൻസി ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളതാ. ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ലാസ്റ്റ്ക്ക് നോക്കാട്ടോ. കാരണം ഇപ്പൊ നോക്കി ചിലപ്പോ ഞാൻ പറയാൻ വന്ന എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സായി പോകും. ഓക്കെ, അതുകൊണ്ടാണ് ചാറ്റ് ബോക്സ് നോക്കാത്ത. ഓക്കെ, അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാന്നുള്ളത്. അപ്പൊ ടോണി ഇപ്പം നമ്മള് അതേപോലെ ഈ ഉണ്ടോ ഇതില് ഒരുപാട് പേരുണ്ടോ? മീൻസ് അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ നിൽക്കുന്നവരുണ്ടോ? ഉണ്ടോ? ദുബായില. ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് നമുക്കവിടെ സംസാരിക്കാൻ ഒരുപാട് ടൈം കാര്യങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവര് നമുക്കൊരു 5 മിനിറ്റ് ആണ് വിളിക്കുന്ന സമയത്ത് നമ്മള് ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, നല്ല സങ്കടങ്ങൾ ഉണ്ടായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ 5 മിനിറ്റ് വിളിക്കുന്ന സമയത്ത് നമ്മളെ സങ്കടങ്ങളും നമ്മളെ പരാതികളും കേൾക്കാതിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് അവരെ തലേന്റെ ഉള്ളിൽ കേറൂല. പിന്നെ അവർക്ക് നമുക്ക് വിളിക്കാൻ തന്നെ എന്താ ഇപ്പൊ വിളിച്ചിട്ട് ഇവളെ പരാതികൾ കേൾക്കേണ്ട ആ ഒരു മൈൻഡ് ആയിരിക്കാം. ഇവളെ പരാതികൾ കേൾക്കാനല്ല ഇപ്പൊ വിളിക്കണം വിചാരിക്കാം. അപ്പൊ ആ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് എത്രത്തോളം പീസ്ഫുൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റണോ അത് നിങ്ങൾ കൊടുക്കും. പിന്നത്തെ പ്രാവശ്യം ചിലപ്പോഴും ആളെ 5 മിനിറ്റ് ആയിരിക്കും വിളിക്കാം, പിന്നെ ചിലപ്പോൾ അതൊരു 1 അവർ, ഒരു ഹാഫ് പോകും. ആ ഒരു ടൈമിലൊക്കെ എന്ത് ചെയ്യാം, ഭയങ്കര ജെന്റിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് പറയാം. ഇപ്പം പല പേഴ്സണാലിറ്റി ഉണ്ട് ഈ മെൻസിനെ സംബന്ധിച്ച്. പല വുമൻസിനാണെന്നുണ്ടെങ്കിൽ പലർക്കും പല പേഴ്സണാലിറ്റി ഉണ്ട്. ചിലവരടുത്ത് നമ്മൾ കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളെ ഹസ്ബൻഡിന്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന ഒരു റെസ്പോണ്ട് അവർ നമുക്ക് തരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഇമോഷൻസ് ഒക്കെ അത്രയും അങ്ങ് പറഞ്ഞിട്ട് അവര് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതി നമുക്ക് അവരുടെ അടുത്ത് കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ടോ? കിട്ടുന്നവരുണ്ടായിരിക്കാം, അല്ലാത്തവരുണ്ടായിരിക്കാം. അതെന്താണെന്നറിയോ, അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ആണ്. ചില മെൻസിന് ഇഷ്ടമില്ലാത്തൊരു അല്ലെങ്കിൽ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാത്തൊരു ചിലപ്പോൾ ഒരു സംഭവമായിരിക്കാം ഈ കരഞ്ഞു പറഞ്ഞാൽ. ഇമോഷൻസ് ഭയങ്കര കരഞ്ഞു പറഞ്ഞാല് അവരത് അക്സെപ്റ്റ് ചെയ്യൂല. ഓക്കെ, പ്രത്യേകിച്ച് ഇൻലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. നിങ്ങളമ്മ എന്നോട് അങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കരഞ്ഞു പോയാല് അവര് നമ്മളെ കരച്ചിൽ പോലും കേൾക്കൂല. അപ്പൊ നമ്മളോട് കൂടുതൽ സ്ട്രെസ്ഡ് ആയിരിക്കും. ഇങ്ങേരിത് പറഞ്ഞിട്ട് കേട്ടതുമില്ല, ഞാനിത് മൊത്തം ആരോടെ കരഞ്ഞു പറഞ്ഞെന്നുള്ള രീതിയായിരിക്കും. പിറ്റത്തെ പ്രാവശ്യം നമുക്ക് ആ മനുഷ്യനോട് ഒന്നും പറയാൻ പോലും തോന്നൂല. അങ്ങനെയാണ് അത് പതിയെ പതിയെ മങ്ങി 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 ആ റിലേഷൻഷിപ്പ് അങ്ങോട്ട് ഒരു ഫെയ്ഡ് ആയിട്ട് പോവാം. ചില ബോയ്സിന് കരഞ്ഞാല് മനസ്സിലാവും. മീൻസ് ചില ഹസ്ബൻഡ്സിന് എന്താണ് കരഞ്ഞാലും മനസ്സിലാവും. ചിലവരത് ആ ഒരു ഇമോഷൻസ് അങ്ങനെ എടുക്കണമെന്നില്ല. ഇപ്പം എന്റെ കേസ് എടുക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോ എനിക്കങ്ങനെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരാളെ മുന്നിൽ നിന്ന് പെട്ടെന്ന് എന്റെ കരച്ചിൽ വരില്ല. പക്ഷെ കരയുന്ന സമയത്ത് ചിലപ്പോ അത് മനസ്സിലാക്കും. പക്ഷെ ഞാൻ വിചാരിച്ച ആ റെസ്പോണ്ട് ഉണ്ടാവുമല്ലോ, അത് എനിക്ക് കിട്ടാറില്ല. മനസ്സിലായി? ചിലപ്പോ ആൾ ഉള്ളിൽ ഉണ്ടാവും, പക്ഷെ ഞാൻ വിചാരിച്ച ആ റെസ്പോണ്ട് ഒന്നും അങ്ങനെ കിട്ടാറില്ല. ഇവരെടുത്ത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഓവർ റിയാക്ട് ചെയ്ത് നമുക്കത് ഓവർ റിയാക്ഷൻ ആവില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ജെന്റിലായിട്ട് വേണം അത് പറയാനും. ഓക്കെ, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എത്രത്തോളം സങ്കടം വന്നിട്ടായിരിക്കും നിങ്ങൾ അത് കാര്യം അവരുടെ അടുത്ത് ഒരിക്കലും നിങ്ങളുടെ ഫീലിങ്സ് ഒരു നെഗറ്റീവ് ആക്കിയിട്ടാ കുറച്ചുകൊണ്ടാ ഒന്നുമല്ല പറയുന്നത് കേട്ടോ. അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഫീലിങ്സിന് വാല്യൂ. കാരണം എനിക്കറിയാം നിങ്ങളുടെ ഫീലിങ്സിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവർക്കത് മനസ്സിലാവൂല. അവർ മനസ്സിലാക്കണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കണം എന്നല്ല ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾ കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ജെന്റിലായിട്ട് സംസാരിക്കാം, ജെന്റിലായിട്ട് നിങ്ങളുടെ ഇമോഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം ഇൻലോസ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വിചാരിക്കാം. ഇൻലോസ് ആയിട്ട് ഇഷ്യൂ വരുന്ന സമയത്ത് എന്താണ് ചിലപ്പം ഇൻലോ എന്ത് ഇരിക്കുന്നുണ്ടാവും, ഹസ്ബൻഡ് വരുന്ന സമയത്ത് തന്നെ ഇത് പറയാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അവരൊരുപാട് കരഞ്ഞ് ചിലപ്പോ ഇല്ല, അവര് ചിലപ്പോ നല്ല സ്നേഹത്തോടെ ആയിരിക്കും പറയുന്നുണ്ടാവുക. മോനെ എന്നാലും അവൾ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ആ ഒരു രീതിക്കൊക്കെ ആയിരിക്കും അവര് പറയുന്നുണ്ടാവുക.
ഓക്കെ. അതായത് അവർ അത്രയും സ്നേഹത്തോടെ മോനേന്ന് വിളിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനൊക്കെ രീതിക്ക് അവർ പറയും. നമ്മൾ റൂമിൽ എത്തുന്നതും നമ്മൾ മറ്റേ നാഗവല്ലിയൊക്കെയാവും. ഇങ്ങളെ ഉമ്മ എന്നാലും എന്റെ അടുത്ത് അങ്ങനെ ചെയ്ത്, ഞാനിത് എത്ര വട്ടായി സഹിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഡോറ് തുറന്ന് വരുമ്പോത്തിന് നമ്മൾ അങ്ങ് പൊട്ടിത്തെറിക്കും അല്ലേ? അപ്പൊ അവരെന്താ വിചാരിക്കാന്ന് അറിയോ? എന്റെ അമ്മ പാവം എത്ര സങ്കടപ്പെട്ട്, ഇവളിത് കണ്ടില്ല, ഇവളെ സ്വഭാവം ഇതാണ്, ഇവള് ഇതന്നെ അവിടെ കാണിച്ചിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ശരിക്കും നമ്മളടുത്ത് എല്ലാ മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ പോലും അവരത് മനസ്സിലാക്കൂല. കാരണം എന്താ? ഒരു ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പുറത്ത് വരുന്ന ഒരാൾ എന്താ കാണുന്നത്? ഉമ്മാന്റെ കരച്ചിലും നമ്മളെ ദേഷ്യവും. അത് കാണുമ്പോ അവർക്ക് എന്താ തോന്നുക? ഇവളെ സ്വഭാവം ഇതാണ്, ഇവള് ഇങ്ങനെ തന്നെ അവൻ ചാടി കളിച്ചിട്ടുണ്ടാവുക, എന്റെ ഉമ്മ കണ്ടില്ല എത്രത്തോളം വിഷമിച്ച്, ആ ഒരു രീതിയിലോട്ടായിരിക്കും അവര് ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയണം, അങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താക്കാം? ഇപ്പൊ ഉമ്മ അവിടുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ കുത്തി കയറ്റി പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ആൾ നമ്മളടുത്ത് വരുന്നുണ്ടാവാം. അങ്ങനെ വരുന്ന സമയത്ത് ആൾ നമ്മളടുത്ത് ചോദിക്കും, എന്താ പ്രശ്നം, എന്താ ഉണ്ടായെന്ന് ചോദിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് പറയാം, എന്താണ്, നിങ്ങളിപ്പോ വന്നതല്ലേ ഉള്ളൂ, നിങ്ങൾ ആദ്യം പോയിട്ടൊന്ന് ഫ്രഷ് ആകും, ഫ്രഷ് ആയിട്ട് വരും, എന്നിട്ട് നമുക്ക് സംസാരിക്കാൻ അതിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ. അങ്ങനെ അപ്പൊ ഈ ചില മെൻസിന് എന്താന്ന് പറയാം, അവർക്ക് കുറച്ച് ടൈം വേണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോസസ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം വേണം. ഓക്കെ. അവർക്ക് എന്താണ് ഇത് ഇമോഷണലി, അവര് കൂടുതലും ഇമോഷൻസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നവരെല്ലാം അവിടെ മിസ്റ്റേക്ക്. അതായത് നമ്മൾ ചിന്തിക്കും, ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്റെ പോലെ ആ മനുഷ്യൻ പെരുമാറണം എന്ന് ചിന്തിക്കെടുത്ത പ്രശ്നം. നമ്മൾ മനസ്സിലാക്കാം, പഠിച്ചോൻ അതിനെ ആണായിട്ടും നമ്മളെ പെണ്ണായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള, നമ്മുടെ ഹോർമോൺസ് അല്ല അവരുടേത്, അവരെ വേറൊരു രീതിയിലും നമ്മളെ വേറൊരു രീതിയിലുമാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ. നമ്മളെ പോലെ അവർ ഇമോഷണലി കണക്റ്റഡ് അല്ല. അവരെന്താണ് കുറച്ചും കൂടി ലോജിക്കലായിട്ട് കാര്യങ്ങൾ പ്രോസസ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം ഉണ്ടാവും. അപ്പൊ നമ്മൾ നല്ലപോലെ ഇങ്ങള് കുറച്ച് ഇങ്ങള് എന്തായാലും ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, നിങ്ങൾ അതൊന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, ആ ഒരു രീതിക്ക് പറയുന്ന സമയത്ത് അവരത് പ്രോസസ് ചെയ്യും. അതായത് അവര് ഒരു കാമായിരിക്കും. മീൻസ് അപ്പൊ അവര് മനസ്സിലാക്കും, എന്തോ എന്നാലും ഇവൾക്ക് അധികം ഒരു ഇതില്ലല്ലോ, മീൻസ് ചിലപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, അവരത് പ്രോസസ് ചെയ്യും. അവർക്ക് നമ്മുടെ അടുത്ത് ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ദെൻ എന്ത് ചെയ്യാ, ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം പിന്നെ ചോദിക്കും എന്താണ് കാര്യം എന്നുള്ളത്. പിന്നെ ചില കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കേസ് ആണെങ്കിൽ ചോദിച്ച ഉടനെ തന്നെ മറുപടി കിട്ടണം. എന്താ എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ പറയണം, അല്ലെങ്കിൽ ഭയങ്കര ട്രിഗർ ആവുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞെന്താ, എനിക്ക് കുറച്ച് ടൈം വേണം കാര്യങ്ങൾ പറയാൻ. ഈ ഒരു കാരണം കൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിരിക്കാം. അതായത് ചോദിച്ച ഉടനെ മറുപടി കിട്ടണം എന്നുള്ളൊരു കേസുകളുണ്ട്. എന്റെ ഹസ്ബൻഡ് 3 പ്രാവശ്യം ചോദിക്കും, എന്താ പ്രശ്നം, ഞാൻ മിണ്ടൂല, എന്താ പ്രശ്നം, എന്താ പ്രശ്നം. പിന്നെ അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും, പിന്നെ ഇങ്ങോട്ടും എന്താ പ്രശ്നം എന്ന് ചോദിക്കാനും വരില്ല. അങ്ങനെയുള്ള കേസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ നിന്നോട് ചോദിക്കും എന്താ പ്രശ്നം, ഞാൻ മിണ്ടൂല, എന്താ പ്രശ്നം ശരി, എന്താ പ്രശ്നം, ഞാൻ മിണ്ടൂല. കൊറേ ആയിട്ട് പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കാറില്ല. കാരണം എന്താ, ഞാൻ മിണ്ടാറില്ല. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ആയിരിക്കും ഞാനിത് പൊട്ടിക്കാം. അവരത് കേൾക്കുവോ? അവർക്ക് കേട്ടാൽ തന്നെ ഇതിൽ മനസ്സിലാവും. അങ്ങനെയുള്ള കേസുള്ള ഹസ്ബൻഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് റെസ്പോണ്ട് കിട്ടണം എന്നുള്ള ഹസ്ബൻഡ്സ് ആണെങ്കിൽ അവരെ ട്രിഗർ ആക്കാൻ നിൽക്കരുത്. അത് മീൻസ് എനിക്ക് എപ്പോഴും ആ ഒരു പോയിന്റ് ഞാൻ ഫുള്ളി ബ്രേക്ക് ചെയ്തില്ല. കാരണം ചില സമയത്ത് എനിക്ക് കംഫർട്ട് ആവണം, എനിക്ക് അപ്പൊ തന്നെ അങ്ങ് പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ ആള് ഭയങ്കര ഭയങ്കര ട്രിഗർ എന്ന് പറഞ്ഞാല് അത്രയും ആളെന്റെ അടുത്ത് പറയാറുള്ളതാ, എനിക്ക് അത്രക്ക് ദേഷ്യം വരുന്ന പോലെ, എനിക്ക് അത്രക്ക് പ്രാന്ത് വരുന്ന പോലെ ഞാൻ 3 പ്രാവശ്യം ചോദിച്ചിട്ട് നീ പറഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ജെന്റിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. ഓക്കെ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് വന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പം എന്നിട്ട് അവര് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് എന്താ ചോദിക്കുന്ന സമയത്ത് പറയാം, ഇപ്പം ഉമ്മ അല്ലെങ്കിൽ ആരായിട്ടാണ് പ്രശ്നം, അവരെന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ എനിക്ക് കുറച്ച് വിഷമായി, പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാനൊന്നും പോയില്ല, അപ്പോ അതൊക്കെ കുറച്ച് ഹേർട്ടായി. ഈ ഒരു രീതിയിൽ നമ്മൾ പറയാം. സ്വാഭാവികമായിട്ടും അത് പറഞ്ഞു വരുമ്പോഴത്തേന് നമ്മളവിടെ കരയും. സ്വാഭാവികമായിട്ട് നമ്മളവിടെ കരയും. അപ്പൊ അവർക്കത് മനസ്സിലായോ? അല്ലാണ്ട് നിങ്ങളെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞങ്ങാണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പെങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തപ്പോ ഞാനത് അങ്ങനെ ചെയ്ത, അതിൽ തെറ്റുണ്ട, ആ ഒരു രീതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് മനസ്സിലാവൂല. ഓക്കെ. അവർ നമ്മൾ ആ കണ്ണുകൂടെ തന്നെ കാണുള്ളൂ.
അപ്പം നോർമലായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഹേർട്ടായി. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ നോർമലി നമുക്ക് കരച്ചിൽ വരും. ഇങ്ങനെയാണ് കുറച്ച് പ്രോബ്ലംസ് എന്ത് ചെയ്യാം നോക്കുക. അതൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക കേട്ടോ. കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഞാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കോച്ച് ഒന്നുമല്ല. അപ്പൊ നേരത്തെ മിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, അതായത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവുക, പക്ഷെ അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ. അത് സത്യമാണ് കേട്ടോ. ഓക്കെ, അപ്പം കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ആക്സസ് ചെയ്ത് എന്നുള്ള കാര്യം, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കാം. പിന്നെ ഹസ്ബൻഡ്സ് ഒക്കെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് മക്കളടുത്ത് നമ്മൾ ചൂടാവുന്ന ഒരു രീതി ഉണ്ട്. ഓക്കെ, അതായത് അവർക്ക് തന്നെ ഓടി പോവാൻ വേണ്ടിയിട്ട് തോന്നും. ആ ഒരു രീതിക്കൊക്കെ ആയിരിക്കും നമ്മൾ സൗണ്ട് വെക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ മക്കളെ വെച്ച് സൗണ്ട് ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മളെ ആക്ഷൻസ് എന്തായിരിക്കും എന്നുള്ളത്. റൊമാൻറ്റിക് ആവണില്ല ഹസ്ബൻഡിന് എൻ്റെ അടുത്ത് ഒരു അട്രാക്ഷൻ ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക, മക്കളടുത്ത് നമ്മളെ ആക്ഷൻസ് വേറെ രീതിയിലുള്ള ആക്ഷൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, അല്ലേ? അപ്പം ഹസ്ബൻഡ് അടുത്തുണ്ട് അല്ലെങ്കിൽ ആള് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറഞ്ഞ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ഇടണം. ഓക്കെ, കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട്. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും, ബുക്കിൽ എഴുതി വെക്കും. കാരണം ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പുതുക്കും. അല്ലെങ്കിൽ നമ്മളൊരു ചത്ത് ജീവിക്കണ പോലെ ആയിരിക്കും റിലേഷൻഷിപ്പിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഒരു രസമില്ലാണ്ട് എന്തോ ഒരു ജീവിതം ആർക്കോ വേണ്ടി ജീവിക്കണ പോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടണം. അതന്നെ പറഞ്ഞേ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊന്ന് കോൺഷ്യസ് ആവുക, ഹസ്ബൻഡ് ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്, ചിലപ്പോൾ നല്ല ട്രിഗറിലായിരിക്കാം, കുട്ടി എന്തോ ഒന്ന് കാര്യമായിട്ട് ചെയ്യുന്നുണ്ടാവും, നമുക്ക് അത്രയും ദേഷ്യം തോന്നുന്നുണ്ടായിരിക്കാം. ഒന്ന് കൂളാവാൻ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ ആക്ഷൻസ് എങ്കിലും നമ്മളൊന്ന് കുറക്കുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ചെയ്യുന്നു ഈ എന്താ ഇവിടെ ആക്ഷൻ എന്ത്, ആ ഒരു ബോധത്തിലോട്ട് എത്തിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പം ആ ഒരു കാര്യം ജസ്റ്റ് നോക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മള് കുറച്ചൊക്കെ ഒരു ഹൈജീനിക് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ മാക്സിമം കുത്തി വലിച്ചു കയറ്റിയിട്ട് ഹസ്ബൻഡിന് എന്നോടത്ത് സ്നേഹമില്ല പറഞ്ഞതിന് യാതൊരു കാര്യമില്ല. ഓക്കെ, ഞാൻ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ. സ്നേഹമുണ്ട്, റെസ്പെക്ട് ഉണ്ട്, ലവ് ഉണ്ട്, അറ്റൻഷൻ ഉണ്ട്, ഇന്റിമസി ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. ഓക്കെ, ഇപ്പം ഇതിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആവും. ഇപ്പൊ ഒരു റെസ്പെക്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് അവിടെ ഫ്രീ ആണ്, അല്ലെ? ഇപ്പൊ ഹസ്ബൻഡ് ഓർ വൈഫ്, ഞാൻ ഇപ്പൊ എന്തുകൊണ്ട് കൂടുതൽ ഇങ്ങനെ വൈഫിന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറയണമെന്ന് അറിയാം. കാരണം മേ ബി ഞാൻ അതായതുകൊണ്ടായിരിക്കാം, മീൻസ് ആ ഒരു ലേഡി എന്നുള്ള ഒരു കാറ്റഗറിയും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ അങ്ങനെ ഓക്കെ. അപ്പം പിന്നെ എല്ലാവരും മനസ്സിലാവും നമുക്കാണ്, അവർക്ക് ഇതൊക്കെ അജുവാദം അവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സ്പേസ് അവിടെ മിസ്സാണ് എന്നുണ്ടെങ്കിൽ അതവിടെ ശൂന്യാണ്, അല്ലെ? അല്ല, ഇപ്പൊ നമ്മളെ കുട്ടിക്ക് ഒരു അറ്റൻഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ മൈൻഡിൽ ആ ഒരു സ്പേസ് അവിടെ ഫില്ല് ചെയ്തിട്ടില്ല, അല്ലെ? അതുപോലെ തന്നെയാ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളൊരു വൈഫ് എന്ന മെറ്റീരിയൽ ആയിരിക്കണം. ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് എന്തായിരിക്കണം, ഒരു ഫ്രണ്ട് എന്ന കാറ്റഗറി ആയിരിക്കണം. ചിലപ്പോൾ ഒരു തമാശ പറയാനുള്ള രീതിയിലോട്ടായിരിക്കണം. ഇങ്ങനെ എല്ലാതും കൂടെ മിക്സ് ആവണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ കൂടുതലും നിങ്ങൾ കുറച്ചൊക്കെ ഒരു വൃത്തിയിൽ അങ്ങനെ തന്നെ ആയിരിക്കാം, ഒരു ഹൈജീൻ. ഇപ്പൊ ഏത് ഏജ് ആണ്, എങ്ങനെയുള്ള ഏജ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഇപ്പൊ നമുക്ക് ഉണ്ടായിരിക്കും. വീട്ടില് കുറെ ജോലികളുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ്, ഞാൻ ഈ പറയുന്നതൊന്നും ഒരിക്കലും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു വേറൊരു രീതിയിൽ ഒരിക്കലും നിങ്ങൾ കാണരുത്. ഓക്കെ, അല്ലെങ്കിൽ ഈ പണികൾ എടുക്കണതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഒരുങ്ങി നിൽക്കാൻ വേണ്ടി പറ്റുമോ, അങ്ങനെയുള്ളതൊന്നുമല്ല ഞാൻ പറയണം. അപ്പൊ കുറച്ചൊക്കെ ഇപ്പൊ നമ്മളടുത്ത് നമുക്ക് ഗേൾസിനുള്ള ഒരു സ്വഭാവമായിരിക്കാം, ഉള്ള പഴയ ഡ്രസ്സുകൾ മൊത്തം എടുത്തിട്ട് അലമാറയിൽ കുത്തി നിറച്ച് വെക്കും. ഒഴിവാക്കാനുള്ളതാണെങ്കിലും അവിടെ വെക്കും. കാരണം എന്താ, പിന്നെ വരുമ്പോ ഇടാലോ, മഴക്കാലം വരുമ്പോ ഇടാലോ, മാറ്റിമറിച്ചിടാലോ, ആ ഒരു സംഭവം ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്.
മാറ്റി വെക്ക് നിങ്ങള്. ഈ കീറിയത് മങ്ങിയത് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾ മാറ്റി വെക്ക്. നിങ്ങൾ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാ. എന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് കുറച്ച് നല്ല ഡ്രസ്സുകൾ മീൻസ് നമുക്ക് വീട്ടിലിടാൻ വേണ്ടി മാക്സി സംഭവങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങളൊന്ന് ചെയ്യാം. പിന്നെ എന്താണ് ചിലപ്പോ ഉണ്ടാവും ഒരു തലയിലൊക്കെ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിട്ടോ. എന്നിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണ് ഷോൾ ഇടുക ആ രീതിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് തലയിൽ കെട്ട് കെട്ടിയ. ചിലപ്പോ ഇവരോട് പറയും, എന്റെ വീട്ടിലുള്ളവര് ആ ഷോൾ അങ്ങോട്ട് കണ്ട് കെട്ടി നോക്ക് പറയും. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടമില്ലാത്തൊരു സംഭവം. മീൻസ് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവർ പറയും. ഓക്കെ, അതേപോലെ തന്നെ കുറെ മാക്സി ഇടാൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ല. അപ്പൊ എന്ത് ചെയ്യും നിങ്ങള്? അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. മീൻസ് അതേപോലെ തന്നെ കുറച്ച് നല്ല ഡ്രസ്സുകൾ കീപ്പ് ചെയ്യാൻ നിങ്ങൾ ആവശ്യമില്ലാത്ത നിങ്ങൾ ഒഴിവാക്ക്. അത് എന്തിനാ, അത് വേണ്ട, അങ്ങനെയുള്ളത് ഉണ്ടായിരിക്കാം, അത് നിങ്ങൾ ഒഴിവാക്ക്. അങ്ങനെയുള്ള ഡ്രസ്സ് സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കുന്നുള്ളതാ. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു നീറ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മുടെ ഹെയർ അവിടെയൊക്കെയാണ് നമ്മളെ സെൽഫ് ലവ് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത്. സെൽഫ് ലവ് ആണ് ആക്ച്വലി ഇപ്പൊ പറഞ്ഞു വരുന്നത്. പക്ഷെ റിലേഷൻഷിപ്പും കൂടി ആയിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത്. പിന്നെയാണ് നമുക്ക് കുറെ ചോറൊക്കെ കഴിക്കും നമ്മള് സ്ത്രീകളെ സംബന്ധിച്ച്. അവിടെ ഒക്കെ നമുക്ക് നല്ല സൗണ്ട് ഓക്കെ ആണോ? ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? വോയിസ് ഓക്കെ ആണോ? ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വൈഫൈന്റെ നേരൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് നല്ലൊരു പെർഫ്യൂം ഉണ്ടായിരിക്കണം. അതായത് ഈ പെർഫ്യൂം പറയുന്നത് നമുക്ക് മാത്രമായിട്ട് മീൻസ് ഒന്നെങ്കിൽ അവരുള്ള ടൈമിൽ നമുക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഗൾഫിലുള്ളവരതൊക്കെ ആണെങ്കിൽ അങ്ങനെ വരുന്ന ടൈമിൽ അത് എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നല്ല ലോഷൻസ് കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ കുളിക്കണം എന്നൊരു സംഭവമാണ്. ഓക്കെ, വോയിസ് ഓക്കെ ആണോ? ബ്രേക്ക് ആവുന്നുണ്ട്. വീഡിയോ ഒന്ന് സ്റ്റെക്ക് ആയിട്ടുണ്ട്, കട്ടായി. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കണം. പിന്നെ അതേപോലെ തന്നെ എന്തിനാ പറഞ്ഞ ഒരു പെർഫ്യൂമിന്റെ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, വെക്കണം എന്നുള്ളതാണ്. പിന്നെ വെള്ളം പറയാനുണ്ടെങ്കിൽ കുടിച്ചിട്ട് പറഞ്ഞില്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. ആള് ക്യാരിങ്ങും കൂടെ ആണ് കേട്ടോ, അതുകൊണ്ടുകൂടെയാണ് പറഞ്ഞത്. ആ ബ്രീത്തിങ് പ്രോബ്ലം ഒന്ന് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ട്. അയാൾ പ്രഗ്നന്റ് ആയിരുന്നു തന്നെ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അതായത് നമ്മളെ ബോഡി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം, ചിലപ്പം ഹസ്ബൻഡിന് നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ മാത്രം കാപ്പബിലിറ്റി ഉള്ള ഒരാളായിരിക്കാം. അതായത് അത്യാവശ്യം റിച്ച്, അല്ലെങ്കിൽ ആൾക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കാം. പക്ഷെ നമ്മൾ മറ്റേ ലെവലാ, പണ്ടത്തെ വണ്ടി പിടിച്ച ആൾക്കാരാ. അല്ലാ, എനിക്ക് എന്തിനാ ഇത്ര ഡ്രസ്സ് വാങ്ങി തന്നെ, എനിക്ക് ഇത്ര വില കൂടിയ ഡ്രസ്സ് ഒന്നും വേണ്ട, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനത്തെ ബാഗ് വേണ്ട, ഷൂ വേണ്ട, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അതൊരിക്കലും നിങ്ങൾ പറയരുത്. അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള മുതലുകളാണ്. അതൊരിക്കലും വേണ്ട. ഇന്ന് നമ്മൾ അത് വേണ്ട എന്ന് പറയുന്ന സമയത്തുണ്ടല്ലോ, അവരത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അവിടെ ആർക്കാന്ന് ഇഷ്ടം? നമുക്കല്ലേ. നമുക്ക് അത്രയും അടിപൊളിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പഠിച്ച് നമുക്ക് ക്രിയേറ്റർ തന്നിട്ടുള്ളത്. മനസ്സിലായോ? അല്ല സോറി, ക്രിയേറ്റർ നമുക്ക് ആര് തന്നിട്ടുള്ളത്? നമുക്കൊരു പാർട്ട്ണറിന് തന്നിട്ടുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്ന പിന്നെ എങ്ങനെ നമ്മളിലോട്ട് അബണ്ടൻസ് ബ്ലെസ്സിങ്സ് ഒക്കെ വരും? അത് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യും. എനിക്ക് ഫസ്റ്റ് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഒരു ഷൈനസ് ഫീൽ, അല്ലെങ്കിൽ
എന്റെ ഒരു വ്യക്തിത്വത്തിന് ഇല്ലാതാക്കണ പോലൊക്കെ തോന്നും. അതിന്റെ ഇന്നർ ചൈൽഡാ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ കല്യാണം കഴിക്കണെ കുറിച്ചിട്ട് ഒന്നും പറയാറില്ല. എന്റെ വീട്ടിൽ നിന്ന് എന്റെ അടുത്ത് എപ്പോഴും പറയല് പഠിക്ക് പഠിക്ക്, കുത്തിരുന്ന് പഠിക്ക്, അല്ലെങ്കിൽ ആരാന്റെ വീട്ടിൽ പോയി അടുക്കള പണി എടുക്കണം, അവന് കൈ നീട്ടി ജീവിക്കേണ്ടി വരും, ഹസ്ബൻഡിനോട് കൈ നീട്ടി ജീവിക്കേണ്ടി വരും. ഈ സംഭവങ്ങളൊക്കെ കേട്ട് 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 എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് 1 രൂപ പോലും വാങ്ങാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പരാതി എനിക്ക് തരുന്നില്ല. എങ്ങനെ തരാനാ? ഇതാണ് എന്റെ എനർജി. ഞാൻ ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പം പിന്നെ ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയ മുതല് ഞാൻ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഹസ്ബൻഡ് നമ്മളെ നോക്കണ കാര്യത്തിൽ ആളെന്താണ്, ആള് അവിടെ അതിനുള്ള അർഹത ഉണ്ട് നമ്മൾക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇൻകം ഉണ്ട്, സേവിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫുള്ളി അത് എടുക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് ഇൻകം വാങ്ങി വെക്കണം. നിങ്ങൾ അത് യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു ക്യാഷ് വാങ്ങി വെക്കണം. എങ്കിലാണ് റബ്ബ് അവർക്ക് അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, ഹസ്ബൻഡ് സാധനങ്ങൾ മേടിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ അത് സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം. അവിടെ അങ്ങനെ സ്വീകരിക്കാൻ റെഡി ആവാത്ത സമയത്താണ് നമുക്ക് പല ബ്ലെസ്സിങ്സും അല്ലെങ്കിൽ നമുക്ക് പല ബ്ലോഗുകളും വരുന്നതും. ഓക്കെ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അണിഞ്ഞൊരുങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ യാതൊരു ഒരു ഷൈനസ് ഫീലിന്റെ ആവശ്യങ്ങൾക്ക് അവിടെ ഇല്ല. കാരണം നിങ്ങൾ അതിൽ അർഹതാണ്. അങ്ങനെ വിചാരിക്കുന്ന നിങ്ങൾ എപ്പോഴും ഞാൻ ഇതിന് ബെസ്റ്റ് ആണ്, ഞാൻ അർഹത ഉള്ള ആളാണ്, പിന്നെ എന്തിനാ എനിക്ക് നാണിക്കുന്ന ആ ഒരു സംഭവം എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ കീപ്പ് ചെയ്യാം. ഇപ്പം ഈവൻ ഹസ്ബൻഡിന് നിങ്ങൾക്കൊരു മെയ്ഡിനെ വെച്ച് തരാൻ കാപ്പബിലിറ്റി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. നിങ്ങൾ അത് ചൂസ് ചെയ്യണം. നിങ്ങളത് ചൂസ് ചെയ്യണം. മെയ്ഡിനെ വെക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ആ ആളുടെ ഒപ്പത്തിനൊപ്പം നമ്മൾ നിൽക്കാൻ, മീൻസ് ഒപ്പത്തിനൊപ്പം എന്ന് പറയുമ്പോൾ അതിനേക്കാളും ആ രീതിയിൽ പറയണം, ആ ആളുടെ ലെവലൊത്ത് നമ്മൾ ജയിക്കാൻ നോക്കാം. ആ ആള് നല്ല അടിപൊളി സെറ്റപ്പ് ആണ്, ആള് ഭയങ്കര വേറൊരു മൈൻഡ് സെറ്റ്. നമ്മളിപ്പോഴും ഏതോ ഒരു കാലത്ത് ആളെ പോലെ ജീവിക്കണതിൽ വല്ല കാര്യമുണ്ടോ? നമ്മളിപ്പോഴും ആള് കേപ്പബിൾ ആണ് നമുക്ക് എല്ലാം ചെയ്തു തരാൻ. പക്ഷെ എന്നിട്ടും നമ്മൾ അതൊന്ന് യൂസ് ചെയ്യാണ്ട് അടുക്കളപ്പണിയും ഫുള്ള് എടുത്ത് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ആള് റിച്ച് ആണെങ്കിൽ നിങ്ങളും അതിനനുസരിച്ച് റിച്ച് ആയിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പം ഇനി മുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിച്ച് തരുന്ന സമയത്ത്, കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന സമയത്ത് നോ എന്ന് നിങ്ങൾ പറയാണ്ടിരിക്കാം. ഓക്കെ. കാരണം അത് എന്തായാലും വേറൊരു രീതിയിലേക്ക് അവരത് കൊടുക്കും. നമുക്ക് കിട്ടേണ്ടത് എന്തിനാ നമ്മളത് മിസ്സാക്കി കളയണേ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ അത് എനിക്കുള്ള ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു. റിച്ച് അല്ലാത്തപ്പോ ഞാൻ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള സംഭവമല്ല, മെയ്ഡിന് വെക്കാൻ മാത്രം കാപ്പബിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ചെയ്ത് എന്റെ ബോഡി ഭയങ്കര ടയർഡാക്കി അങ്ങനെ ആക്കൂല. ഫസ്റ്റ് ഒക്കെ അങ്ങനെയായിരുന്നു, ബെസ്റ്റ് ഇംപ്രഷൻ കാണിക്കാൻ വേണ്ടി. പെട്ടെന്ന് എനിക്കത് ചടച്ചു പോയി. കാരണം ഞാൻ അങ്ങനത്തെ ഒരു കാരണം ഒരു പണിയെടുത്ത് ശീലമില്ലാത്ത, ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടിൽ നിന്ന് പണി എടുക്കുന്ന പോലും പറയാം, എപ്പോഴും പഠിക്ക് പഠിക്ക് പഠിക്കുന്ന പറയാം. ഈ വീട്ടിൽ ചെന്ന പണി എടുക്കണം എന്നുള്ള കാര്യം എനിക്ക് കിട്ടിയത് എവിടുന്നാന്ന് അറിയോ? എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നാ. അപ്പൊ ഞാനിത് ചെന്ന പിറ്റേ ദിവസം തന്നെ ഞാൻ പാത്രങ്ങൾ കഴുകണം, അടിച്ചു വാരണം. എനിക്ക് അടിച്ചു വാരാനും തുടക്കാനൊന്നും അറിയാത്ത ഒരാളാ. ഇതൊക്കെ ഞാൻ ചെയ്യണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മതിയായി. പിന്നെ അപ്പം അവിടെയാണ് പ്രശ്നം. അതായത് നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ക്ഷീണം വരുമ്പോ നമുക്ക് കെടുക്കാനും ഇരിക്കാനും ഒക്കെ തോന്നുന്ന സാധാ മനുഷ്യന്മാരാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് അവിടെ ചെയ്താൽ മതി. അല്ലാണ്ട് എല്ലാതും കൂടെ വാരി വലിച്ചു ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഭയങ്കര പിന്നെ നമ്മളെ പാർട്ട്ണറിന്റെ അടുത്ത് പോണ സമയത്ത് നമുക്ക് ഒട്ടും എനർജി ഉണ്ടാവില്ല. കാരണം നമ്മുടെ എനർജി മൊത്തം നമ്മളവിടെ കഴിച്ചിട്ടാണ് നമ്മൾ ആളെടുത്ത് പോണത്. അപ്പൊ അത് ശ്രദ്ധിക്കുക നിങ്ങള്. ഇനിയിപ്പം ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചെയ്തു കൊടുത്ത് ശീലമായിട്ടുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊണ്ട് ഇപ്പൊ ജോയിന്റ് ഫാമിലി ഒക്കെ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അതായത് പതിയെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ചെയ്യാം. നമ്മളെ ടേക്ക് കെയർ ചെയ്യാണ്ട് ആരും ടേക്ക് കെയർ ചെയ്തിട്ട് കാര്യമില്ല. നാളെ അവർക്കൊക്കെ ഒരു ബാധ്യത ആവണം നമ്മള്, വേണം. ഇപ്പൊ ചിലപ്പോ നമ്മളൊരു പനി പിടിച്ച് കിടന്നാൽ തന്നെ നമുക്കറിയാം നമ്മൾ എത്രത്തോളം റിസ്ക് അവിടെ എടുക്കുന്നുണ്ട്, ഇല്ലേ? ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. നമുക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് പണിയായിരിക്കാം, അല്ലേ? പിന്നെയാണോ നമ്മൾ കുഴഞ്ഞു കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ അത്രയും പെയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ഈ ആളുകളൊക്കെ നമ്മളെ നോക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ?
അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. നിങ്ങളെ ബോഡി നിങ്ങളെ ഓക്കെ ആക്കി വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ അതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഈ പീരീഡ്സ് ടൈം കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ അന്നത്തെ ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കാന്ന് തന്നെ ഞാൻ പറയും. ഫുള്ള് റെസ്റ്റ് എടുക്കുക നിങ്ങൾ അന്നത്തെ ദിവസം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈമാണ്. നിങ്ങൾ പറയാം, ഞാൻ ഇന്ന് പീരീഡ്സ് ആണ്, എനിക്കൊന്ന് വയ്യ, ഞാൻ ഇന്ന് ഫുള്ള് റെസ്റ്റ് ആയിരിക്കും എന്ന് പറയാം. എന്നിട്ട് ഈ നടന്നത് തന്നെ എന്നുള്ള സംഭവമല്ലേ, അത് എന്താന്ന് അറിയോ, നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടാണ്. നമ്മൾ ഫുള്ളി നമ്മളെ മറന്ന് നമ്മൾ അങ്ങ് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ചിലപ്പോ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിരിക്കും മക്കളെ കേസ്. അത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷെ ഇത് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട്, ഇതൊന്നും നടക്കൂല. പിന്നെ എങ്ങനെ അവര് നമ്മളെ യൂസ് ചെയ്യാണ്ടിരിക്കും? നമ്മൾ യൂസ് ചെയ്യാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ബൗണ്ടറി നിങ്ങൾ അവിടെ സെറ്റ് ചെയ്തേ മതിയാവും. ഓക്കെ. കാരണം എല്ലാവരും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകും. ലാസ്റ്റ് ഒന്നും അല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മളെ ബോഡി പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തരുത്. അവിടെയാണ് പ്രശ്നം. അപ്പൊ അതിനുള്ള ഒരു ആൻസർ മറ്റാളെന്നെ തന്നിട്ടുണ്ട്, നമ്മൾ പറയൂല എന്നുള്ളത്. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോ ഒരു ദിവസം പ്രശ്നം ഉണ്ടാവും, 2 ദിവസം പ്രശ്നം ഉണ്ടാവും, 3-ാമത്തെ ദിവസം അവരതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. നിങ്ങളത് പറയാത്തത് കൊണ്ടും നമ്മളൊക്കെ ഉണ്ട് ചെയ്തു കൊടുത്തിട്ട് ഞാൻ എല്ലാതും ചെയ്തു തരാം എന്നുള്ള രീതിയിലോട്ട് അങ്ങ് പോയിട്ടാണ്. ഓക്കെ, അത് ചേഞ്ച് ഓഫ് കോഴ്സ്. ഇപ്പം നമ്മളൊരു കാര്യം അത്രയും എഫേർട്ട് ഇട്ട് ഇങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ അതിന്നൊന്ന് ബാക്കോട്ട് വലിയുമ്പോൾ എന്തായാലും അവർക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ? ഉണ്ടാവാണ്ടിരിക്കുന്നില്ല. പക്ഷെ അത് പതിയെ മാറും. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ സെൽഫ് ലവ് ഒക്കെ. ഓക്കെ, അവർക്കത് പിടിക്കുന്നില്ല, അത് നിങ്ങള്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യാം ഫാമിലി ഉള്ള ആൾക്കാരുടെ അടുത്ത്. ബൗണ്ടറി മീൻസ് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങോട്ട് കളിയാക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഹസ്ബൻഡ് വീട്ടില്. ഓക്കെ, അങ്ങനെയുള്ള ഫേസ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? അതായത് വെറുതെ നമ്മളെ കിടന്ന് ചൊറിയ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരാളെ കാണുമ്പോ തന്നെ ചിലപ്പോ ഒരു പേടിയായിരിക്കാം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കേസ് പറയും. ഇപ്പം ആള് ഇതേപോലത്തെ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടാ, എപ്പൊ നോക്കിയാലും ആളുടെ ഹസ്ബൻഡ് അനിയന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ മുന്നിൽ നിന്നൊക്കെ കണ്ട് പറയും. എന്താ ഏതാ പറയാന്നുണ്ടായില്ല. എല്ലാവർക്കും ആണെങ്കിൽ ഇവനെ പേടിയാം. അതായത് ബാക്കിയുള്ളവർക്ക് മുത്തച്ഛികൾക്കൊക്കെ ഇവനെ പേടിയാം. ഇവ ഉണ്ടാവുമ്പോ ആരും അങ്ങോട്ടേക്ക് വരില്ല. കാരണം ഇവന് ആരും എന്താ പറയാ, നമ്മളുണ്ട് വഷളാക്കി ഇല്ലാണ്ടാക്കി കളയും. ഒരു ദിവസം ഇതേപോലെ എല്ലാരും ഇരിക്കുന്ന സമയത്ത് ഇവളങ്ങോട്ട് പറഞ്ഞു. അവൾ അതിനനുസരിച്ചിട്ട് നല്ല രീതിയിലാണ്ട് പറഞ്ഞു. അതായത് എന്താണ്, എന്റെ ഭർത്താവിന് ഇല്ലാത്ത പ്രശ്നം എന്തിനാ നിനക്ക്, ആ ഒരു രീതിയിലോട്ട് കണ്ട് ചോദിച്ചു. പിന്നീട് ഒരിക്കലും ആളെ കളിയാക്കിയിട്ട് അവൻ വന്നിട്ടില്ല. പിന്നെ ആളുടെ ഏറ്റവും നല്ല കമ്പനി ആയിട്ട് മാറി ആ കളിയാക്കിയവൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇവൻ ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിലും ചില ഹസ്ബൻഡ്സിനുണ്ടത് കളിയാക്കിങ്ങാണ്ട് ബാക്കിയുള്ളവരെ മുന്നിൽ നിന്ന് കളിയാക്കിയിട്ട് അങ്ങോട്ട് വിടുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് നിങ്ങൾ ചിരിച്ചു തള്ളും തോറും അവരെന്ത് ചെയ്യുന്ന അറിയോ? ഇവൾക്ക് ഇത് നല്ല ഇഷ്ടം, ഇവൾക്ക് ഇത് നല്ല ഇഷ്ടം വിചാരിച്ചിട്ട് അവരിത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് നമ്മുടെ ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നോട്ടം കൊണ്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ വായ കൊണ്ട് ബൗണ്ടറി ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോട്ടം കൊണ്ട് നിങ്ങൾക്ക് അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ ഒരു കാര്യം. നിങ്ങൾ കാര്യം കറക്റ്റ് ആയിട്ട് പറയാം. നിങ്ങൾ ഇങ്ങനെ അത് അവിടെ നമ്മൾ ചിരിച്ചിട്ട് പറയാം, അങ്ങനെയല്ല. നമ്മൾ കാര്യം കറക്റ്റ് ആയിട്ട് പറയാം. നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പൊ അവര് പറയും, ഇതൊക്കെ ഒരു തമാശക്ക് എടുക്കേണ്ട കാര്യമല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ അത്ര സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ, നിനക്ക് തമാശ എൻജോയ് ചെയ്യാൻ വേണ്ടി അറിയില്ല, ആ ഒരു രീതിക്ക് പറയാം എന്ത്, നമ്മളെ സെൽഫിന് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു രീതിയിലോട്ടുള്ള തമാശ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ താഴ്ത്തി കെട്ടിയിട്ടുള്ള തമാശ എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ അങ്ങനെ പറയരുത്. എന്താ പ്രശ്നം? ഒരു പ്രശ്നം അവിടെ ഇല്ല. അവര് നമ്മളെ കളിയാക്കി, ആ ഒരു കാര്യം നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടാവും. അതായത് നല്ല രീതിയിൽ ഹസ്ബൻഡ്സ് ഒക്കെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കളിയാക്കുന്നത്. പിന്നെ ഈ ബാക്കിയുള്ളവരുണ്ടാവൂലേ, ഈ ബാക്കിയുള്ളവര് നമ്മളെ കളിയാക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു പ്രശ്നമായിരിക്കും, ഹസ്ബൻഡ് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല എന്നുള്ള കാര്യം.
അത് ഒന്നുകൊണ്ടല്ല. ഈ പെൺകോന്തൻ എന്ന കാറ്റഗറിയിൽ അവർ പെടുവോ എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ടാണ് അവരത് പറയാത്തത്. മനസ്സിലായോ? അവർക്ക് ചിലപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിരിക്കാം, പക്ഷെ ആ ഒരു കാറ്റഗറിക്ക് ഞാൻ വരുമോ? അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കൂലെ, ഓ ഓന് അപ്പോഴേക്കും ഓളെ പറഞ്ഞപ്പോത്തിന് ഓൻ പറഞ്ഞു ആ ഒരു രീതിയിലോട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തുടങ്ങുക. വേറെ ഒന്നും അവിടെ പറയാനില്ല. ഞാനിപ്പോ ഈ പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചാടി കയറണം എന്നല്ല പറയണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അവര് നമ്മളടുത്ത് പറയില്ല, എന്തിനാണ് എല്ലാവരും ഇങ്ങനെ നമ്മളെ കളിയാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? അതിനൊരു ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ കറക്റ്റ് റിപ്ലൈ നമ്മളവിടെ പോകുന്ന സമയത്തുണ്ടല്ലോ, പിന്നെ നമ്മളെ കാണുമ്പോ അവർക്കത് പറയാൻ പേടിയോ, ഇവളടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല കിട്ടും, ആ ഒരു മൈൻഡ്. കുഴപ്പമില്ല, നമ്മൾ അത്രയും ഷെയിമായിട്ട് പറയുന്നവരുടെ അടുത്താണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ നോക്കാം എന്നുള്ളതാണ്. ദെൻ മിസ്സിന് ടൈം എത്ര മണി വരെ? 10 മണി വരെയാണോ? ഇപ്പോ 9:30 ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഒക്കെ എടുക്കും. ലോക്ക് ചെയ്യാവുന്ന എടുത്തു, കുഴപ്പമില്ല. 10 മിനിറ്റ് ആണോ? ഓക്കെ ഓക്കെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമുക്ക് അവർക്ക് കൂടുതൽ നമ്മളായിട്ട് കണക്ഷൻ വരാത്തൊരു സംഭവം എന്താണെന്ന് അറിയോ? അവിടെ നമ്മുടെ ഇമോഷണലി നമ്മൾ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന സമയത്ത് അവർക്ക് നമ്മുടെ അടുത്ത് സ്നേഹം ആയിക്കോട്ടെ, റെസ്പെക്ട് ആയിക്കോട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഈ റെസ്പെക്ട് വാല്യൂ എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒക്കെ കൂടുതൽ സെൽഫ് ലവ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ എത്രത്തോളം ലവ് ചെയ്യുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ചിട്ടാണ് ഓപ്പോസിറ്റ് ഉള്ള ഒരാളടുത്ത് നമുക്ക് കിട്ടുക. കാരണം നമ്മളടുത്ത് ഇല്ലാത്തൊരു സാധനം എങ്ങനെയാണ് ഒരാൾ നമുക്ക് തരും? മീൻസ് അതായത് നിങ്ങൾക്കുള്ളിൽ നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് അത് തരും. ഓക്കെ. അപ്പം അത് നോക്കാം. പിന്നെ നിങ്ങൾ നല്ല ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. മക്കൾക്ക് വേണ്ടിയിട്ടും ഹസ്ബൻഡിന് വേണ്ടിയിട്ടും ഒക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കുന്നവരായിരിക്കാം നിങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല ഫുഡുകൾ കഴിക്കാം. ഇപ്പം ചിലവരുണ്ടായിരിക്കും ഓവറായിട്ടൊക്കെ ഇങ്ങനെ ചോറ് കഴിക്കും. ഇപ്പൊ ചോറ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് നല്ല ചോറും നല്ല ടേസ്റ്റുള്ള കറി സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മൂഡ് ഭയങ്കര പ്രശ്നമാവുന്നുള്ള ഒരാളാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാട്ടോ. ഫുഡും എന്റെ ക്യാരക്ടറും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. എന്റെ ഹസ്ബൻഡായിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് നല്ല ഫുഡ് അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ഉള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഓവർ ചോറ് വാരി വലിച്ച് കഴിക്കുക അങ്ങനെ ഞാൻ ചെയ്യാറില്ല. നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? കുറച്ച് മീൻസ് ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ഓവറായിട്ട് വാരി വലിച്ച് കഴിക്കാണ്ട് അത്യാവശ്യത്തിനുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാ കഴിക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ആയിട്ട് പുറത്ത് പോണ സമയത്ത് നല്ല രീതിയിൽ ഒരുങ്ങിയിട്ട് പോവുക എന്നുള്ളതാണ്. അതായത് ലെഹങ്ക ഇട്ട് പോവാൻ, പാർട്ടി വെയർ ഇട്ട് പോവുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് നിങ്ങൾ പോവാം. ചിലപ്പോൾ നിങ്ങൾ മക്കളെ അടിപൊളിയാക്കി ഒരുക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നല്ലപോലെ ഒരു മുടി പോലും വാർന്നിട്ടുണ്ടാവുമല്ലോ. ചിലപ്പോൾ സ്കാർഫ് ചെയ്യണവർ അതിന്റെ ഉള്ളിൽ അങ്ങനെ ആ പൊന്തക്കെട്ട് പോലെ വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊന്നും നിങ്ങൾ പോകരുത് കേട്ടോ. പിന്നെ ഈ മനുഷ്യന്റെ മനസ്സ്, നമ്മളെ കൂടെയുള്ള പാർട്ട്ണർ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ഏത് നിമിഷവും മനസ്സ് മാറുന്ന രീതിയിലോട്ട് മനുഷ്യനാണ്. ഏത് നിമിഷം മനസ്സ് മാറിപ്പോകാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു സംഭവമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ചിലപ്പോൾ അവരത് പറയൂലേക്കാരം നമ്മളടുത്ത്, എനിക്കൊരു നല്ലപോലെ വന്നൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ലേക്കാരം. പക്ഷെ ഞാൻ എന്റെ ഹസ്ബൻഡിലെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കാറ് ഞാൻ അങ്ങനെ ആക്കി പോവാറില്ല. പക്ഷെ ചില സമയത്ത് അയൺ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ. പൊസസീവ്നെസ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആളെന്റെ അടുത്ത് ചോദിക്കും, ഞാൻ ചോദിച്ച ആളിത് നോട്ട് ചെയ്യണം, ഇത് എന്ത് ചുക്കി ചുളിഞ്ഞത് ഇട്ടിട്ടാണോ വരുന്നത് ചോദിക്കുവാണ്. അപ്പൊക്കെ മനസ്സിലായി ഇതൊക്കെ അവര് നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മൾ ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്യുന്നു. ചിലപ്പോൾ അത് പറയാത്തവരുണ്ടായിരിക്കാം, പറയുന്നവരുണ്ടായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ അപ്പൊ നമ്മൾ ആ ഒരു രീതിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്ത് ചെയ്യാം, ഒരുങ്ങിയിട്ട് പോവാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ അവിടെ നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പൊ മക്കളാക്കി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മളെ ഹസ്ബൻഡിന് തോന്നണം, ഇവളേറ്റ് എനിക്ക് എവിടേക്കും പോവാൻ വേണ്ടി പറ്റും, ഇവളേറ്റ് പോയാൽ എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല.
മീൻസ് ഇവളെ എനിക്ക് എവിടെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ആ ഒരു രീതിക്ക് നമ്മൾ നമ്മളെ തന്നെ വളർത്തിയെടുക്കണം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പറയുന്നതൊക്കെ വേറെ ഏതൊക്കെയോ രീതിയിൽ ഫെമിനിസം ചാർത്തിയിട്ടൊന്നും ആരും വിചാരിക്കരുത്. ഓക്കെ, മാമാ ബോയിനൊക്കെ പറ്റി. ഓക്കെ, ഇത് ഇപ്പൊ പറഞ്ഞതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, മിസ്സിനൊക്കെ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ എന്താ അവസ്ഥ? നിങ്ങളൊന്ന് ചാറ്റ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാം, നമ്മള് ഇതിനെ തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നത്തെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം ഇതില് ഇന്റിമസി, ഇപ്പൊ നിങ്ങൾക്കറിയാം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ ഇന്റിമസിയും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പം ഇന്റിമസി എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ നമുക്കതൊരു മടി അല്ലെങ്കിൽ ഇതുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഓരോ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് ഇരിക്കും തോറും അവിടെ നമ്മൾക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ മിസ്സായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഹലാലാക്കി, റബ്ബ് നമുക്ക് ഹലാലാക്കി തന്നിട്ടുള്ള ഇന്റിമസി, നമുക്ക് ആകെ ഹലാലാക്കി തന്നിട്ടുള്ളത് കപ്പിൾസിന്റെ കാര്യത്തിൽ മാത്രമാണ്. വേറെ എവിടുന്നും ഇല്ലാത്ത സംഭവം. കറക്റ്റായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവിടെ. പിന്നെ നമുക്കും എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യം പറയണത്, പിന്നെ ഞാൻ ഇതുപോലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം നമ്മളെല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കാം, പക്ഷെ നമ്മൾ ബ്രഷ് ചെയ്യാത്ത വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ നിങ്ങൾ കീപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്താ, നല്ലൊരു മൗത്ത് വാഷോ അല്ലെങ്കിലും എന്താണ് ഈ ടൂത്ത് പിക്കറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെക്കാം. മൗത്ത് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ മീൻസ് ഹൈജീനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളതാണ്. ദെൻ നമുക്ക് വേണ്ട കറക്റ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. ഇപ്പൊ എനിക്ക് വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കംപ്ലീറ്റ്ലി ഒരു ഫ്രീ സെഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ കറക്റ്റ് കപ്പിൾസിനായിട്ട് മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രം ഇരിക്കുന്ന ഒരു സെഷൻസിലും ഒക്കെയാണ് നമുക്കിത് ഓരോ ഡേയ്സിലും പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാനൊക്കെ അറ്റൻഡ് ചെയ്തത് ഒരു 1 മന്തോളം ഉള്ളതാണ്. അപ്പൊ അവിടെ ഒരു ദിവസം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഒരു ദിവസം ടോണേ പറയും, ഒരു ദിവസം എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി നമുക്ക് പറഞ്ഞുതരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഇന്റിമസി കാര്യങ്ങളൊക്കെ ഒരു 3 days ഒക്കെ എടുത്തിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സെഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്കത് അങ്ങനെ അങ്ങ് ഓപ്പൺ ആക്കി പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നോക്കുക എന്നുള്ളതാണ്. ദെൻ പിന്നെ ജസ്റ്റ് ഒരു മിനിറ്റ്, ടൈം ആയോ, ഇനി ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ജസ്റ്റ് 1 minute. ഓക്കെ, പിന്നെ നമുക്ക് അവർക്ക് ഇമോഷണലി അവരായിട്ട് നമുക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടി പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അവരായിക്കോട്ടെ നമ്മളായിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ഒരു കുട്ടി ഉണ്ട്. അവര് ചിലപ്പം കുറെ പ്രാരാബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ആ ഒരു രീതിയിലോട്ട് നിൽക്കുന്നത്. പക്ഷെ അവർക്കുള്ളിലൊക്കെ ഒരു കുട്ടി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ അടുത്ത് കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ ഒരു കുട്ടീനെ പതിയെ പതിയെ ഉണർത്താൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പറയാം, ഇപ്പൊ ഒറ്റയടിക്ക് ഇപ്പൊ നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളെ ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ ഉണ്ടായ മീൻസ് നിങ്ങൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഹാപ്പി ആയത് എന്താ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഒന്ന് എണീറ്റ് പൊയ്ക്കേ പറയുമ്പോൾ അടുത്ത്. അങ്ങനെ ചോദിക്കരുത് കേട്ടോ. അങ്ങനെ ചോദിക്കാതെ നമ്മൾ നൈസിൽ ചോദിക്കാം. ആ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ അവര് പോലും അറിയാണ്ട് നമ്മൾ അവരെടുത്തിടാം. ചോദിക്കാം നമ്മള്. ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം. എന്താണ് എന്റെ ചെറുപ്പത്തില് ഞാൻ ഇങ്ങനെയൊക്കെ പോയ സമയത്ത് അവിടെ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ ഒരു കുളത്തിലൊക്കെ നമ്മൾ കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ എല്ലാരും കൂടെ കുളത്തിലൊക്കെ കുളിച്ച് അത്രയും അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ? നിങ്ങൾക്ക് അപ്പൊ അവര് പറയും എടുത്ത്, എനിക്ക് ഉണ്ടായിട്ടില്ലെന്നോ, എന്റത് എന്ത് രസമായിരുന്നു അറിയോ. എന്റെ ഹസ്ബൻഡിന്റെ, എന്റെ വീട് തിരൂരും ഹസ്ബൻഡ് വീട് പട്ടാമ്പിയോ. അപ്പം ആളിന്റെ അടുത്ത് 150 പ്രാവശ്യം ചിലപ്പം ഇവിടെ എവിടെയെങ്കിലും പെണ്ണ് പോയ കഥ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കൊരു കല്ലെറിഞ്ഞിട്ട് മാങ്ങ പൊട്ടിച്ചൊരു കഥ ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞതിന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അപ്പോഴും അതേ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ അതങ്ങ് കേൾക്കും. എന്നിട്ട് ചിലപ്പോൾ ലാസ്റ്റ് അറിയാം ഇത് കുറെ പ്രാവശ്യം പറഞ്ഞിരിക്കണേ, പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കേട്ടിരുന്നെന്നാ പറയും. മനസ്സിലായോ? അത് ആ ഒരു ടൈമിലൊക്കെ എന്താന്ന് പറയുക, നമ്മുടെ ഹോർമോൺസ് നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മനസ്സിലാവുകയാണ്
ഇവര് തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യം മൈൻഡിൽ മനസ്സിലാവും. സോ നിങ്ങൾക്ക് അവരായിട്ട് കുറച്ചും കൂടി ഇമോഷണൽ അല്ലെങ്കിൽ ഒരു രസമായിട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇന്നർ ചൈൽഡിനെ എടുത്തിടാൻ വേണ്ടിയിട്ട് നോക്കണം. എന്നിട്ട് നമുക്ക് പിന്നെ ചോദിക്കാം, നിങ്ങൾക്ക് മീൻസ് പെട്ടെന്ന് ചാടി കയറിയിട്ട് ചോദിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ അവർ എടുത്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് ആയി പോകും. അങ്ങനെ നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ ചെറുപ്പത്തിലുണ്ടല്ലോ മറക്കാൻ പറ്റാത്തൊക്കെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അവർ ഓരോന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ ഭയങ്കര രസമാട്ടോ. പിന്നെ ചില സമയത്ത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഇരിക്കണ ടൈം എന്നിട്ട് മിണ്ടിയിട്ടുണ്ടാവും. മിണ്ടിയാലും ആ ഒരു കറക്റ്റ് ഫ്ലോയിൽ വരാത്തൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തോളൂ. അപ്പൊ മൂപ്പരാൾ ഇങ്ങനെ പറയണത് കേൾക്കാന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ, മനസ്സിലായോ? അതായത് അവരുടെ ഇന്നർ ചൈൽഡിന്റെ കാര്യങ്ങൾ, ചൈൽഡ്ഹുഡത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കാം എന്നുള്ളതാണ്. ദെൻ പിന്നെ ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, മീൻസ് ഞാൻ പറഞ്ഞല്ലോ ഓവറായിട്ട് ഡൗട്ട് ചെയ്യാൻ പറ്റുന്ന ആളൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യാട്ടോ. പൊസസീവ്നെസ് ഉള്ള പിന്നെ അതേപോലെ തന്നെ ചിലവർക്കുള്ളതായിരിക്കാം ഭയങ്കര സംശയം, അല്ലെ? നമ്മൾ ആരുടെങ്കിലും ഇന്ത്യ സംശയം, അങ്ങനെയുള്ള സംശയം കാര്യങ്ങളൊക്കെ. അത് ഓവർ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ആയിട്ട്, അവർക്ക് എന്താണെന്നറിയോ, നമ്മൾ ഇട്ടിട്ട് പോവോ, അല്ലെങ്കിൽ ഇപ്പൊ ഗൾഫിലുള്ളവരെ സംബന്ധിച്ച് ആദ്യം കുറെ മുന്നേ ഓട്ടോക്കാരൊപ്പം പോവായിരുന്നു. സ്ഥിരമായിട്ട് ഓട്ടോ വിളിക്കണ ആൾക്കാരെ കൂടെ പെണ്ണുങ്ങൾ പോവുക. സ്റ്റെക്കാണോ? സ്റ്റെക്കാണോ? അല്ലല്ല, ഓക്കെയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയുള്ളൊരു കേസ് ഉണ്ടാവും. അപ്പം ഇത് എന്ത് ചെയ്യും, ഹസ്ബൻഡ് ഗൾഫിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ റൂമിലുള്ളവർ ഇതിങ്ങനെ ഷെയർ ചെയ്യും. നമ്മളെ വീട്ടിന്റെ അടുത്ത് ഓട്ടോക്കാരന്റെ ഒപ്പം പോയി, പിന്നെ വേറൊരാൾക്ക് വേറൊരു സ്റ്റോറി പറയണ്ടാവും, വേറൊരാൾക്ക് വേറൊരു സ്റ്റോറി പറയണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടാൽ നമ്മൾ തന്നെ കണക്റ്റഡ് ആക്കും. ചിലപ്പോ നമ്മൾ തന്നെ അങ്ങനെ സംശയിക്കും, അല്ലെ? അപ്പം ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്കും തോന്നും അപ്പൊ അവർ പറയാൻ പറ്റും, നീ ആ ഔട്ടാന്റെ ഒപ്പം പോകണ്ട. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ വരും. അവിടെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം, എന്താണ്, ഞാനുണ്ട്, ഞാൻ എവിടേക്ക് പോകൂല, അല്ലെങ്കിൽ നിങ്ങള് വലുതാണ്, ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം പറയണം. കാരണം ഈ മെൻസിനെ സംബന്ധിച്ച് റെസ്പെക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് റെസ്പെക്റ്റും ഈ വേർഡ്സ് ഓഫ് അഫർമേഷനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 5 ലവ് ലാംഗ്വേജസ് വരുന്നുണ്ട്. ഇപ്പം അതില് ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്താന്ന് അറിയോ? വൈഫിനോടല്ല പൊസസീവ്നെസ്, നിങ്ങൾക്ക് അങ്ങോട്ടാണോ? അപ്പം അതായത് വേർഡ്സ് ഓഫ് അഫർമേഷൻ ഈ 5 ലവ് ലാംഗ്വേജസ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ മിസ്സിലേക്ക് ഒരു ലിങ്ക് അയച്ചു തന്നിട്ടില്ലേ, അത് അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. അതിൽ ജസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോണ സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. ഓക്കെ, ഈ ചിലവർക്ക് ഇപ്പം എന്റെ ഹസ്ബൻഡ് ഇപ്പൊ തെറ്റിയാലും എന്ത് ചെയ്യുന്ന അറിയോ? ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ചിലപ്പം മുപ്പര് ഓഫീസിലൊക്കെ പോണ സമയത്ത് തെറ്റിലാവും, അങ്ങനെ ഓവർ തെറ്റില്ല എന്നാ ഒരു കമ്പനി ഇല്ലാത്തൊരു ഇതുണ്ടാവല്ലോ. വിളിക്കുന്ന സമയത്ത് ചിലപ്പോ പുതിയ ഡ്രസ്സ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നും പറയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, ഇന്ന് നല്ല അടിപൊളി ഉണ്ടല്ലോ, ഒന്ന് പുതിയ ഫസ്റ്റ് ബാച്ച് എന്തെങ്കിലും വരുന്നുണ്ടോ, ആ രീതിക്ക് നമുക്ക് ചോദിക്കും. അവർക്ക് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരിക്കില്ല, പക്ഷെ അവർക്ക് അവിടെ ഒരു കോൺഫിഡന്റ് വരും, ഞാൻ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇത് പുറത്തുനിന്നുള്ള ഒരാൾ കൊടുക്കും അവർക്ക്. അന്ന് പുതിയ ഷർട്ടാണല്ലോ ഇട്ടിക്കണം, സ്വാഭാവികമായിട്ടും പറയും, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് സാർമാര് ആരെങ്കിലും ഒക്കെ പുതിയ ഡ്രസ്സ് ഇട്ട് നമ്മൾ പറയില്ലേ, സാറിന്ന് പുതിയ ഡ്രസ്സാണല്ലേ, നമ്മൾ പറയാറില്ലേ? അപ്പൊ ഇതേപോലെ സംഭവങ്ങൾ എന്ത് ചെയ്യും, അവർക്കും കിട്ടും. ഫസ്റ്റ് അത് നമുക്ക് തന്നെ കൊടുത്തൂടെ? അപ്പം നമ്മൾ എപ്പോഴും അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്താന്ന് പറയുക, അവർ റെസ്പെക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീൽ അവർക്കുള്ളിൽ വരണം. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്, ഇതിലും എനിക്ക് നിങ്ങളടുത്ത് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവർ ചെയ്ത് തരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ എടുത്തെടുത്തൊന്ന് പറഞ്ഞു നോക്കിയേ, അവിടെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. നമ്മളിത് അവരെ കുറ്റം മാത്രം ഇരുന്ന് പറഞ്ഞാൽ ശരിയാവൂല.
ഇപ്പം എന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, എന്റെ മോൻക്ക് ചോക്ലേറ്റ് കൊണ്ടുവരുന്ന പോലെ എനിക്ക് കൊണ്ടുവരും. അത് ശരിക്കും എന്റെ ഒരു ഇന്നർ ചൈൽഡിനെ എനിക്ക് അങ്ങനെ ഒരു സ്പേസ് എന്താണ് ഫിൽ ചെയ്യാണ്ട് എടുക്കുന്ന സംഭവം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയോണ്ട് തന്നെ എനിക്ക് മിഠായി കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ഉപ്പ് മിഠായി കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്ന സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല. അപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ കൊണ്ടുവന്ന് വരുന്ന സമയത്ത് ആൾക്കറിയൂല എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കാന്ന് ആൾക്കറിയില്ല. പക്ഷെ ചോക്ലേറ്റ് കുറെ ഇഷ്ടമാണെന്ന് ആൾക്കറിയാം. പക്ഷെ ഇത് പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾക്കറിയോ നിങ്ങൾ എന്റെ ഇന്നർ ചൈൽഡിനെയും കൂടിയാണ് അവിടെ ഹീൽ ചെയ്യണത് എന്നുള്ളത് ഞാൻ പറയും. ഓക്കെ, പിന്നത്തെ മുതൽ എന്തായി, എനിക്ക് അതിനേക്കാളും കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് അവരെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ചിലർക്ക് ആക്ട് ഓഫ് സർവീസ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അതായത് ഇപ്പം എന്റെ ഹസ്ബൻഡ് എന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ ഉമ്മ എന്ത് ചെയ്യും, എന്റെ ഒക്കെ സ്റ്റെപ്പ് കയറണക്കാളും മുന്നേ ജ്യൂസ് ആയിട്ട് പോവും. അപ്പൊ എന്റെ ഒക്കെ എന്താ വിചാരിക്കണം, ഓ ഇമ്മാക്കാണ് മീൻസ്. അപ്പൊ ആളിങ്ങനെ ഇടയ്ക്ക് പറയും, അതിന് എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കി തരില്ല, മീൻസ് ഒക്കെ ഉമ്മല ഉണ്ടാക്കി തരണേ എന്നുള്ള ഒരു സംഭവം പറയും. പിന്നെ ഞാൻ വിചാരിക്കും ആരുണ്ടാക്കി തന്ന, ആദ്യം ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത സമയത്ത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിക്കണത് എന്റെ ഉമ്മന്നാവും. പക്ഷെ ഞാൻ വേഗം എന്റെ അമ്മ കൊണ്ടേ കൊടുക്കണേക്കാളും പിന്നെ ഉമ്മാന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഞാൻ ആൾക്കവിടെ കൊണ്ടേ കൊടുക്കും. ഓക്കെ, കാരണം ആൾക്ക് ആക്റ്റീവ് സർവീസ് ഇഷ്ടം. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോ ഇങ്ങനെ റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കും, അനക്കൊന്നും ഒരു പണിയില്ല അല്ലെ, അജൊന്നും ഒരു പണി എടുത്തില്ല അല്ലെ ചോദിക്കും. അതാ ആളുടെ ലവ് ലാംഗ്വേജ് ആക്റ്റീവ് സർവീസ് ആയതുകൊണ്ടാ. ആദ്യം വിചാരിച്ചത് എന്തൊരു മനുഷ്യനാ അടച്ചോന്, ഞാൻ ഇത്തിരി പണിയെടുത്ത് ഇവിടെ വന്ന് കിടന്നിട്ട് ഇയാൾ ഇത് എന്ത് വർത്താനം പറയണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചിലപ്പോ അവര് വരുന്ന സമയം പിന്നെ ഞാൻ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമല്ലോ, അപ്പൊ ഞാൻ വേഗം താഴത്തേക്ക് പോയിട്ട് ഹോളിൽ പോയിരിക്കും. അത് മതി, അത് മതി എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഹസ്ബൻഡ്സ് ഒക്കെ ഗൾഫിൽ നിന്ന് അബ്രോഡിൽ നിന്നൊക്കെ വിളിക്കുന്നവരുണ്ടെങ്കിലും അപ്പൊ അവർ വിചാരിക്കും നമ്മൾ ഫുൾ ടൈം റൂമിലാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് വേഗം ക്വാളിറ്റി എന്ത് ചെയ്യാം, അങ്ങനത്തെ ചിന്ത ഉള്ളവര്, അങ്ങനെ പറഞ്ഞു കേട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അടുക്കളയിൽ പോവാ, ഞാൻ ഫുഡ് ഉണ്ടാക്കാട്ട് അവിടെ എന്നിട്ട് നമുക്ക് റൂമിൽ പോവാം. മനസ്സിലായോ? പിന്നെ അതേപോലെ തന്നെ അവർക്ക് അവരുടെ മീൻസ് അവരുടെ ഷർട്ട് എടുത്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. അതിപ്പം എന്റെ ഹസ്ബൻഡിന് അത് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ തെറ്റാൽ ചെയ്യാറില്ല, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. മീൻസ് ഓവറായിട്ട് നീഡ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. ആസ് എ വൈഫ് എന്ന രീതിയിൽ ചെയ്യാറുണ്ട്, പക്ഷെ ഓവറായിട്ട് ഞാൻ ചെയ്യാറില്ല. മനസ്സിലായോ? അതായത് ഞാൻ ചെയ്താലേ ഞാൻ ചെയ്താലേ ആ നീഡ് അവിടെ കംപ്ലീറ്റ് ആവും, അങ്ങനെയുള്ള രീതിയിൽ ഞാൻ എന്റെ ഹസ്ബൻഡിനെ ആക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ ചെയ്തില്ലെങ്കിൽ അതൊക്കെ ചെയ്യും, പക്ഷെ ഞാനത് ചെയ്യാറുണ്ട്, ഇഷ്ടപ്പെട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കത് ഇഷ്ടം. പക്ഷെ നമ്മൾ ഓവറായിട്ട് പ്രൊവൈഡ് ചെയ്ത് ലാസ്റ്റ് നമുക്കതൊരു തലവേദന ഉള്ള രീതിയിലോട്ട് നിങ്ങൾ അതിനെ മാറ്റാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അവർക്ക് നല്ല രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യും നമ്മളവരെ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഭയങ്കര യൂസ്ഫുൾ ആക്കും. അപ്രിഷിയേറ്റ് ചെയ്യാം, അവരെന്തെങ്കിലും ചെറിയ കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇടയ്ക്ക് പറയാം, എന്റെ കുട്ടീന്റെ ഭാഗ്യാണ് കേട്ടോ നിങ്ങളെ പോലെ ഒരു ഉപ്പാനെ കിട്ടിയത്, അങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. പിന്നെ മക്കളായിട്ട് കണക്റ്റഡ് അല്ല നിങ്ങളുടെ ഹസ്ബൻഡ്, മക്കളായിട്ട് അങ്ങനെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കണേ, അങ്ങനത്തെ കേസ് നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം, ഇത് നിങ്ങളെ മോന്, അങ്ങനെ എടുത്ത് സംസാരിക്കുക അവരുടെ അടുത്ത്. നിങ്ങളെ മോന് ചെയ്തത് കണ്ട നിങ്ങൾ എന്നെ പിടിച്ച നിങ്ങളെ മോനെ, ആ ഒരു രീതിക്ക് ഉണ്ടല്ലോ അവർക്ക് നമ്മൾ റിമൈൻഡർ ചെയ്ത് നിങ്ങളെ മോനാണ്, നിങ്ങളെ കുട്ടിയാണ്, അങ്ങനെ എടുത്തെടുത്ത് പറയാം. ഓക്കെ, ഓൾമോസ്റ്റ് ടൈമായി. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് മീൻസ് ഇതൊന്നും എനിക്കറിയാം, ഇതൊന്നും ഫുൾഫിൽ അല്ല എന്നുള്ള കാര്യം. പിന്നെ ഒരു ഹസ്ബൻഡ് മക്കളായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിന്റെ കേസ് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, അതേതാ പറഞ്ഞു മിസ്നോ, അത് തൊട്ട് മുമ്പ്. കറക്റ്റ് എടുത്തെടുത്ത് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ആക്ട് ഓഫ് സർവീസിന്റെ ഒരു കാര്യം പറഞ്ഞു അല്ലെ. ഇതൊക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്കിപ്പോ ടൈമും ഇല്ല. എനിക്കറിയാം കുറെ കാര്യങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പറഞ്ഞു. മീൻസ് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ വർക്ക്ഔട്ട് ആയാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി ടൈം ആയല്ലോ അല്ലെ, വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയില്ലേ. നെക്സ്റ്റ് 5 ലാംഗ്വേജ് ഇല്ലേ, അത് പറഞ്ഞാൽ മതി. അതിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ നമുക്ക് മനസ്സിലാക്കാന്. അപ്പൊ അത് എല്ലാവരും എത്തിയിട്ടില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ടൈം ആ ടോപ്പിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അതിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുണ്ട്. പക്ഷെ നെക്സ്റ്റ് ടൈം എന്താണ്, നമുക്ക് ഓരോ വീക്കിൽ നമുക്ക് ഓരോരുത്തരാണ് വരിക. ഓക്കെ,
അങ്ങനെയുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. ജസ്റ്റ് എന്തായാലും നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്, എനിക്ക് ഷെയർ അതില് ചെയ്ത സംഭവം. നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യാം. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ലവ് ലാംഗ്വേജ് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചത്. മീൻസ് ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഒരു ലിങ്ക് അവർക്ക് ഇട്ടുകൊടുത്താൽ ചിലപ്പോൾ അവരത് ചെയ്യണമെന്നില്ല. ചിലപ്പോ നിങ്ങൾക്ക് അവരെ കൂടെ ഇരുന്നിട്ട് ഇതൊന്ന് ടിക്കറ്റ് ഇതിലിപ്പോ ഏതാന്ന് നോക്കി ആ ഒരു രീതിക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യും, അവരത് ചെയ്തുതരും. അപ്പൊ അവർക്ക് നിങ്ങളുടേത് നിങ്ങൾക്കും മനസ്സിലാക്കാം, അവർക്കും മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ ടച്ച് ഉണ്ട്, അത് ലവ് ലാംഗ്വേജ് ആയിട്ട് വരുന്നവരുണ്ട്. ചിലപ്പോ ഹഗ് ചെയ്യണത് അല്ലെങ്കിൽ കിസ് ചെയ്യണത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണത് ഇതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം. ഓക്കെ, കാരണം ഇന്നർ ചൈൽഡിലും ഇതൊന്നും കിട്ടാത്ത കുട്ടികൾ ഉണ്ടാവൂലേ, അവർക്കായിരിക്കാം ഈ ഫിസിക്കൽ ടച്ച് ഇഷ്ടമുള്ളവരുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഒരു ദിവസം 12 ഹഗ് കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഫിസിക്കൽ ടച്ച് ഒരു കുട്ടീന് ഇമ്പോർട്ടന്റ് ആണ്. അത് കിട്ടാത്തവരാണ് ഈ ഫിസിക്കൽ ടച്ച് എന്താ ലവ് ലാംഗ്വേജ് ആയിട്ട് മാറും. അപ്പൊ അത് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ഇതിക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കുറെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂസ്ഫുൾ ആയോ നിങ്ങൾക്ക് എന്താ സംഭവം? ഞാൻ ഓക്കെ ആണോ? ഞാൻ കുറെ കാര്യങ്ങൾ എന്റെ ലൈഫിൽ നിന്ന് എടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ കുറെ കാര്യങ്ങളും സെഷൻസ് ഒക്കെ വഴി മനസ്സിലാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മള് ഷെറീന മാമിന്റെ സെഷൻ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏകദേശം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര ലെങ്ത് ആയിട്ട് എടുക്കുമെന്നില്ല. അതായത് ഇങ്ങനെ ആ ഒരു ഫ്ലോ ഉണ്ട്. പക്ഷെ ലാസ്റ്റിലേക്ക് ആയപ്പോൾ പക്ഷെ ഒരു കാര്യം എപ്പോഴും പറയാൻ പറ്റും, മാറ്റവർ എന്ത് പറഞ്ഞതെങ്കിലും ഫ്രം ദ ഹാർട്ട് ആയിരുന്നു. ഒരാളെ ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും അല്ലാണ്ട് മാം എന്താണോ എൻ്റെ ഉള്ളിൽ വന്നത്. കാരണം ആ ഒരു ഓരോ ലൈഫിൽ വന്ന എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് മാമിൻ്റെ ഉള്ളിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. ചില സൈഡിൽ നിന്ന് ചിരി, കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നേ ആദ്യമുണ്ടായ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് പറയുന്നതായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ഓപ്പൺ ആവുന്നതല്ല, പക്ഷെ നമ്മൾ കവറപ്പ് ചെയ്തിട്ടാ പറയും. അതൊന്നും ഇല്ലാണ്ട് ഒരു നിഷ്കളങ്കമായ കുട്ടീനെ പോലെ കംപ്ലീറ്റ്ലി എടുത്ത് പറയുന്നു. ഫ്രം ദ ലൈഫ് നല്ല സിമ്പിളായി കേൾക്കാൻ പറ്റുന്ന രീതിക്കായിരുന്നു. കുറെ കൂടെ എനിക്കത് മാം വൈഫായി കാരണം ഒരു വൈഫിന്റെ പെർസ്പെക്റ്റീവ് എന്നാണ് പറഞ്ഞിട്ടില്ലേ. ഇവിടെ മനസ്സുള്ളതുകൊണ്ട് പറയാണ്, നിങ്ങൾ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. വൈഫിൽ ഇത് വെച്ചിട്ട് ശരിക്കും എനിക്ക് ഇതൊക്കെ ആയിരുന്നു വൈഫ് ചെയ്തു തരണ്ട്, അങ്ങനെ കംപ്ലൈൻസിലേക്ക് പോവാണ്ട് പറഞ്ഞ സെയിം ക്വാളിറ്റീസ് നമ്മളെ ലൈഫിലേക്ക് ഒന്ന് എടുത്തു നോക്കാം. ഇത് എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ? വൈഫ് എന്നുള്ള സംഭവമാണ് ശരിക്കും മാം പറഞ്ഞതെങ്കിലും ഹസ്ബൻഡ് ആ റോൾ എന്ന് എടുത്തു നോക്കാം. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഹൈജീന്റെ കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുന്നതാവട്ടെ, ടൈം സ്പെൻഡ് ചെയ്യുന്നതാവട്ടെ, കോൾ ചെയ്യുന്നതാവട്ടെ, നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ എഫേർട്ടുകളും ഞാൻ എൻ്റെ ഹസ്ബൻഡ് അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള പറയാം. ശശിയിലെ മാം ഒരു വൈഫ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് അറിഞ്ഞൊരു കമ്പയർ, നിങ്ങളെ വൈഫ് ഇങ്ങനെ ചെയ്തു തരുന്നുണ്ട് ചെയ്തു തരുന്നില്ല അങ്ങനെ കമ്പയറിംഗിലേക്കോ പ്രശ്നത്തിലേക്കോ പോവാണ്ട് നമ്മൾ സെൽഫിൽ അടിപൊളിയാക്കുക. പിന്നെ ഏറ്റവും എൻഡിൽ ഡോറൊന്ന് ഉമ്മ ഇതിൻ്റെ ഇടയിൽ ഒന്ന് വന്ന് ഡോർ ഓപ്പൺ ആക്കി പോയിട്ടായിരുന്നു. സോറി മാം, ഏറ്റവും എൻഡിൽ പറഞ്ഞത് നമ്മളെ മറന്നിട്ട് റിലേഷൻഷിപ്പിലായാലും എവിടെ ഒന്നും ചെയ്യാണ്ടിരിക്കാം. ഇപ്പൊ ആവശ്യമില്ലാത്ത പണികളാവട്ടെ അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് ഉണ്ടാവില്ല, ഇന്ന് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് നാളെ സുഖമായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ടത്, ഇന്ന് എല്ലാ പണി കഴിച്ചു വെക്കും നാളത്തെ സുഖത്തിന് വേണ്ടിയിട്ട്, എന്നിട്ട് മറ്റന്നാളത്തെ സുഖത്തിന് വേണ്ടി നാളെ പണി കഴിച്ചു വെക്കും. ഇതിനൊരു എന്തില്ല എന്നുള്ള സംഭവമുണ്ട്. അപ്പൊ അങ്ങനെയല്ലാണ്ട് നമുക്ക് പറ്റുന്ന പണികൾ ചെയ്യാം. ആരെയും ബുദ്ധിമുട്ടിക്കാനോ വീട്ടിലെ പണി എടുക്കാണ്ടിരിക്കാനോ ഒന്നുമല്ല കേട്ടോ പറയുന്നത്. ഏറ്റവും നല്ല സംഭവമാണ് മറ്റേ റബ്ബത്തുൽ ബൈത്ത് എന്നുള്ളതാണ് അറബിൽ വിശേഷിപ്പിച്ചിട്ടില്ലേ. വീട്ടുടമ എന്നുള്ളതാണ്. അതൊരു മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ മറന്നിട്ട് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ വയ്യാണ്ടായിട്ടും അങ്ങനെ നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഗുണം നമ്മൾ ഈ ഹസ്ബൻഡ് മക്കളൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ പറയും, ഞാൻ എന്തെല്ലാം പണി വീട്ടിൽ എടുക്കുന്നുണ്ട്, എനിക്ക് വയ്യാണ്ടായിട്ടും കൂടി തിരിഞ്ഞു നോക്കാൻ ഒരു കുട്ടി ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തന്നിട്ടില്ലേ, ഞാൻ എന്തൊക്കെ ഇവിടെ ചെയ്തു തരുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തൊരു കാര്യം ഈ കാര്യം ചെയ്ത് നിന്നില്ല എന്നുള്ള പോത്ത് നിങ്ങൾ എന്നോട് ചൂടാവലാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പറ്റാതിരിക്കുന്ന നമ്മളെ കുറെ പരാതികളായിരിക്കും. നമ്മൾ ഇഷ്ടമില്ലാണ്ട് നമ്മൾ ആർക്കോ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായി എന്താ പറയുക, ഫ്രം ദ ഹാർട്ട് കുറെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ട് ഇതിൽ കേട്ട് വിടാണ്ട് ചിലതൊക്കെ നമ്മൾ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കേൾക്കുന്ന സമയത്ത് ഒരു ക്രിഞ്ചായിട്ടോ പുതിയ ഭാഷയിൽ പറയുമ്പോൾ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ലൈഫാണ്, നമ്മളെ റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കി എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകാന്നല്ല പറയാനില്ല. എന്തായാലും അടിപൊളി, താങ്ക് യു ഷെറീന മാം. എന്തായാലും നെക്സ്റ്റ് ഫീഡ്ബാക്ക് ആയിട്ടോ സജഷൻ ആയിട്ടോ ആരെയായിരുന്നു വരുന്നത്? കുറെ ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആരായിരുന്നു ഫസ്റ്റ് ടൈം വരുന്നത്? ഫീഡ്ബാക്കോ സജഷനോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നല്ലേ ഷെയർ ആക്കാം. ജിംഷിമ അഡ്രസ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തോളൂ.
ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ക്ലിയർ ആണോ? എനിക്ക് ആ വീഡിയോ ഓക്കെ ഉണ്ടാക്കാൻ ഓക്കെ. പറ്റില്ല. ഓക്കെ ഓക്കെ. ആള് പ്രഗ്നൻസിയിൽ ഇത്ര എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി അത്രയും അടിപൊളിയായിട്ട് ക്ലാസ് പ്രസന്റ് ചെയ്ത് അത് ലൈഫിനോട് ഭയങ്കര ഒരു സംഭവമായി എടുക്കാതെ ലൈഫിനോട് കണക്ട് ചെയ്ത് വളരെ ലാഘവത്തോടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിച്ചു. അതുപോലെ ജസ്റ്റ് സെക്കൻഡ്. ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു. നമ്മുടെ സെൽഫ് കണ്ടിന്യൂ ചെയ്തോളൂ. റെസ്പെക്ട് അതൊക്കെ. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പരിധി വരെ ഒരു പ്രായം നമ്മളൊരു 30s ശരിക്കും മറ്റുള്ളവർക്ക് എന്ത് നീഡും അവരുടെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക ആരെയും. പക്ഷെ നമ്മൾ ചില സമയങ്ങളിലൊന്നും നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ അറിയുന്നില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ നീഡ് മീറ്റ് ചെയ്യാം. അവരൊരിക്കലും ആരും വിഷമിക്കരുത്, വീട്ടിലുള്ളവരാരും. അങ്ങനത്തെ ഒരു പക്ഷെ നമ്മൾ കുറച്ചൊക്കെ റെസ്പെക്റ്റും വി ആർ വാല്യൂഡ്, നമ്മള് വാല്യൂഡ് ആണ്, നമ്മള് റെസ്പെക്ട്ഫുൾ ആണ്, നമ്മള് കുറച്ചെങ്കിലും കൊടുക്കാതെ ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാം അറ്റൻഡ് ചെയ്ത് പോരാൻ പറ്റില്ല എന്നുള്ളത് നമ്മളിപ്പോ നമ്മളൊരു സത്യം പറഞ്ഞ ഒരു 30s കഴിയുമ്പോഴാണ് സത്യം. നേരത്തെ മാം പറഞ്ഞു നമ്മളൊരു സമയം കഴിയുമ്പോഴാണ് നാം അത് ചിന്തിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ ആക്ട് ഓഫ് സർവീസിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി നമ്മ രാവിട്ട് പകല് അത്രയും പണിയെടുത്താലും പക്ഷെ നമ്മ കുറച്ചു നേരം ഇരിക്കുമ്പോൾ കാണുമ്പോ ഇങ്ങനെ പറയുമ്പോ ശരിയാണ്, ചെറുതായിട്ട് ഒരു എടുത്തു കൊടുക്കലായിരിക്കും ചിലപ്പോ അതവിടെ ആവശ്യം ഉണ്ടാവാം. പക്ഷെ അവർക്കത് നമ്മള് ചെയ്തു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മള് അതിന് കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ മക്കളായിട്ടായാലും പാരന്റ്സ് ആയാലും ശരി, ഹസ്ബൻഡ് ആയാലും അതിന് ശ്രമിക്കാം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിവിലേക്ക് പകരാൻ പറ്റി. ജസാക്കല്ലാ ഹൈർ. പ്രഗ്നൻസിയിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും ഇല്ലാണ്ടൊക്കെ സന്തോഷത്തിലും പാകത്തിലാവട്ടെ ഇൻഷാ അല്ലാ. ഓക്കെ. ഞാൻ യുണീക്നെസിന്റെ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ കണക്ട് ആയി വന്ന ഒരാളാണ്. യുണീക്നെസിന്റെ ഒരു 6.0 പങ്കെടുത്തിരുന്നു. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു. ജസാക്കല്ലാ ഹൈർ. ഓക്കെ. താങ്ക് യു ജോഷി മാം. താങ്ക് യു. ശരണ മാമിന്റെ ഒരു കേസ് ഞാൻ പറയാൻ പറ്റിയേ വിട്ടതായിരുന്നു കേട്ടോ. അയാൾ പ്രഗ്നന്റ് ആയ സമയത്താണ് നമ്മൾ കോഴ്സും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചില സംഭവത്തിൽ നമുക്കുണ്ടായിരുന്നു നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നില്ല. പക്ഷെ അത് കുഴപ്പമില്ല, അതിന്റെ ഒരു സൈഡാണ്. ഞാൻ എന്റെ കോഴ്സ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും ആ ഒരു മോഡലിൽ നമ്മൾ സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും ഒരുപോലെ അപ്രീഷിയേറ്റ് ചെയ്ത സംഭവം വരുന്നത് ആ ഒരു എഫേർട്ടിനെ പൊതുവെ എന്താ റെസ്റ്റ് എടുക്കാൻ ഓക്കെ ആവുന്നില്ല. അപ്പൊ ആള് പറഞ്ഞ ഒരു സമയത്തിനടുത്ത് പറഞ്ഞതായിരുന്നു നല്ല കാര്യങ്ങൾ കേട്ടോട്ടെ എന്നുള്ളൊരു സംഭവത്തിലും കൂടെ ആണ് ഞാൻ ഈ സമയത്ത് എത്തിക്കില്ല എന്നില്ല. എന്തായാലും ആ ഒരു എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു സമയത്ത് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ടുള്ള കൊടുത്തിട്ടുണ്ട്. കുറെ പുതിയ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുള്ളതോ കാര്യങ്ങളുണ്ടെങ്കിൽ കണക്ട് ചെയ്യും. എല്ലാവരും സെഷനൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ആ ഒരു ഞാൻ തോട്ടിൽ. ഇങ്ങനത്തെ ക്ലാസ്സിന് കേറലുണ്ട് മിക്കതും. എനിക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഞാൻ അറ്റൻഡ് ചെയ്യും. കാരണം നമുക്ക് ചിലപ്പോ ഇപ്പൊ പറഞ്ഞ മാതിരി ചിലതൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. ചിലപ്പോ നമ്മുടെ ലൈഫിൽ ചെയ്തു പോയതാണ്, ഇപ്പൊ ചിലതൊക്കെ വിട്ടുപോയിട്ട് നമ്മളിപ്പോ ചെയ്യാനുള്ളതൊക്കെ വിട്ടുപോകുന്ന കേസാ. അപ്പൊ ഇങ്ങനെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളത് വീണ്ടും റിപ്പീറ്റേഷൻ വീണ്ടും അത് തുടങ്ങാനൊക്കെ ഉള്ളൊരു നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിക്കൊരു ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാണ്ട്. എനിക്ക് ഗിഫ്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നന്നായി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാ. തീരെ ആൾക്ക് ഗിഫ്റ്റ് തരാൻ അങ്ങനെ ഒരു ഇതൊന്നും ആൾക്ക് അറിയില്ല. കാരണം അവരുടെ ലൈഫ് അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോന്ന്. അപ്പൊ അവര് നമുക്ക് അതിന് ശേഷം നമ്മുടെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോ ഗിഫ്റ്റ് തരും. അപ്പൊ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, അതുപോലെ ഹൈജീനിക് ആവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ നൈറ്റി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുള്ളൊരു നമ്മള് വീട്ടിലല്ലേ ജോലി ചെയ്ത്. പക്ഷെ ഇപ്പൊ എന്താണ് നമ്മള് ആ ലെവലിക്ക് അവരെന്താണോ എപ്പോഴും അവര് നമ്മളെ കാണുന്ന ഒരേ ലെവലാവുമ്പോ ഇതെപ്പോഴും ഇങ്ങനെ തന്നെ. അവരുടെ മൈൻഡിലും നമ്മളെ കുറിച്ച് പ്രത്യേക മാറ്റങ്ങളൊന്നും വരില്ല. നമ്മളിവിടെ മാറുമ്പോഴാണ് അവർക്കും ഇത്രയും ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ മാറ്റങ്ങൾ വരുമ്പോ ഇത്രയും ടാലന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അവർക്കും ബോധ്യപ്പെടുക. നമ്മളും അവരും മെയിൻറ്റ് ആക്കുന്നില്ല. പിന്നെ ഇപ്പൊ നമ്മൾ എന്തിനാ അങ്ങനെയെന്നുള്ള ലെവലിൽ നമ്മളും പോയി കഴിഞ്ഞാൽ അവർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. എല്ലാവരും മനുഷ്യന്മാരല്ലേ.
അപ്പൊ ഇതേപോലെ എല്ലാവരും ബോധ്യപ്പെടുത്തിയിട്ടൊന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ 2 ഫാമിലിയാണ് നിൽക്കുന്നത്. ഞങ്ങള് റെന്റിനാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു ദിവസം അവര് മുറ്റടിക്കും, ഒരു ദിവസം. പക്ഷെ എനിക്ക് എന്റെ മോനെ വിട്ട ശേഷമാണ്. അപ്പൊ ആദ്യമൊക്കെ അവരിങ്ങനെ നിരന്തരം അടിച്ചു വരും. പക്ഷെ എനിക്ക് കുറ്റബോധമുണ്ട്. പക്ഷെ എനിക്ക് മുറ്റടിച്ചു വരാൻ പറ്റില്ല, സിറ്റുവേഷൻ മോനെ വിടണ്ടാണ്. പക്ഷെ അപ്പൊ ഞാൻ അവിടെ ബോധേഡാവില്ല. അത് വിചാരിച്ച് നമുക്ക് അവരോട് ഇതുണ്ടായില്ല. പിന്നെ അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തോളും. അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മള് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലെവലിലേക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമയമാകുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കുക. അതിപ്പോ ഫാമിലിയിലായിക്കോട്ടെ, ആരോടായാലും നമുക്ക് കുറേ നമ്മുടെ എനർജി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറും. ഇപ്പൊ നമ്മളെല്ലാ പണികളൊക്കെ എടുത്ത് ലാസ്റ്റ് നമ്മൾ വരുമ്പോ നമ്മുടെ മൊത്തത്തിലുള്ള എനർജി ലോസ് ആവും. അപ്പൊ നമ്മൾ ആകെ സാഡ് ആയിട്ടാവും നമ്മൾ ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിറച്ചും നമ്മുടെ എനർജി തന്നെയാണ് ആവശ്യമുള്ളത്. മക്കൾക്ക്, ഹസ്ബൻഡിന്, ഉമ്മാക്ക് എല്ലാവർക്കും നമുക്ക് ഷെയർ ചെയ്യണം. അതൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ന് വിചാരിക്കും ഇന്ന് മൊത്തം അപ്പൊ അതെങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഒരു ഇതിൽക്ക് മാത്രം കിച്ചണിൽ മാത്രമായി പോയി അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായി പോകുമ്പോഴാണ് നമ്മള് ഭയങ്കര ടയേർഡായി പോകുന്നത്. എല്ലാവർക്കും എത്തുന്ന രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവര് പ്രഗ്നന്റ് ആണ്, ഇപ്പൊ ക്ലാസ് എടുക്കുന്ന പറയുമ്പോ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. കാരണം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് അവിടെ നടന്നോളും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. നമുക്ക് ഒരു പ്രതിസന്ധി വെച്ചിട്ട് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. പ്രഗ്നന്റ് ആയ സമയത്തും ഒരു എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. അപ്പൊ നമ്മളതാ പറഞ്ഞത്, ഇപ്പൊ ഹൈജീനൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ വീട്ടിലായാലും നമ്മള് ഹസ്ബൻഡിന്റെ കൂടെ പുറത്തു പോകുമ്പോഴും എനിക്ക് കംഫർട്ടായ രീതിയിൽ അടിപൊളിയായിട്ട് വാച്ച് കെട്ടും. എന്നിട്ട് എന്നോട് തന്നെ പറയണം, സൂപ്പർ, അടിപൊളി. ചിലപ്പോ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമായിരിക്കും, അടിപൊളിയായിട്ട് കണ്ണാടി നോക്കി എനിക്ക് കംഫർട്ടായ ഡ്രസ്സ് ഏതാന്നുള്ളത് ഞാൻ നോക്കും. എന്നിട്ട് എന്നോട് തന്നെ എനിക്ക് തന്നെ ഒന്ന് ഇത് കൊടുക്കും, സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ എന്താണെന്നറിയോ, ഓപ്പോസിറ്റ് ഉള്ള സിസ്റ്റത്തിന്റെ ഒപ്പം ഇരിക്കുന്ന ആളുകളെ മുഖം കാണുമ്പോൾ നമുക്ക് ഡെസ്പ് ആവില്ല. കാരണം നമ്മൾ കോൺഫിഡൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് നല്ല പോലെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടോ. ഇപ്പൊ മൊത്തത്തില് എല്ലാരും നമുക്ക് ക്ലാസ് കിട്ടുമ്പോ നിങ്ങൾ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവണം, ഹസ്ബൻഡിന്റെ മുന്നിൽ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം എന്നുള്ളതല്ല. പക്ഷെ നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും എല്ലാ സൈഡുകളും പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, അടിപൊളിയായിരുന്നു. താങ്ക് യു നിഷ മാം, താങ്ക് യു. നല്ലൊരു റിവ്യൂ തന്നിട്ടുണ്ട്. പ്ലസ് ആളെ കുറെ സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി. ഒരാള് റസ്മിൻ മാം നല്ല ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ക്ലാസ് എടുത്തതിന് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഈ അവസ്ഥയിലും പ്രഗ്നന്റ് ആയിരിക്കെ ഞങ്ങൾക്കായി സമയം കണ്ടെത്തി ഇത്ര മനോഹരമായ ക്ലാസ് എടുത്തത് ശരിക്കും വലിയ കാര്യമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പോൾ നിങ്ങളോടുള്ള ബഹുമാനം ഇനിയും കൂടി. താങ്ക് യു ഡിയർ. അതുപോലെ മാഷാല്ലാ കീപ് ഗോയിങ് ഡിയർ പേരുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാറ്റ് ബോക്സിൽ ഒന്ന് വായിച്ചതായിരുന്നേ. താങ്ക് യു. താങ്ക് യു റസ്മിൻ മാം, താങ്ക് യു. നമ്മളെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ? നമ്മൾ വൈൻഡപ്പ് ചെയ്താൽ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു, 10:05 ആയിട്ടുണ്ടായിരുന്നല്ലോ. ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു. എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു തോട്ടിലായിരിക്കും അല്ലെ. എന്തായാലും പെർഫെക്റ്റ്ലി കേട്ട കാര്യങ്ങൾ കേട്ടുവിടാതെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ശരി മാം, ലാസ്റ്റ് ടേക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അതായത് ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞിട്ടോ, നമ്മള് പഴയ പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ഇവിടുന്ന് കിട്ടാനില്ല എന്നുള്ളൊരു ഇത് വരും. എപ്പോഴും നമ്മളൊരു ക്യൂരിയോസിറ്റി ബേസ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ചിലപ്പോ നമ്മൾ പൊട്ടിത്തെറിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഒക്കെ മനുഷ്യന്മാരാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അയാൾ ചിന്തിക്കണം എന്ന് വിശ്വസിക്കരുത്. ഓക്കെ, കാരണം പടച്ചോൻ നമ്മൾ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ബേസ് ആയിട്ട് പറയാനുള്ളത്. ഞാൻ ചിന്തിക്കുന്ന പോലെ ആ മനുഷ്യന് എന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. ഇപ്പൊ അവിടെ ഇരുന്നിട്ട് മിസ്സിന് എന്താ ചിന്തിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പാർട്ട്ണറിന്റെ സൈഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പഠിച്ചോൻ ഒരുപാട് പേരുകൾ ഉണ്ടായിട്ടും നമുക്ക് വേണ്ടി പഠിച്ചോൻ തന്നിട്ടുള്ളതാ. സോ അതിൽ എന്തോ ഒന്ന് ഉണ്ടാവാതിരിക്കൂല. അതെന്താന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് നോക്കാം. മേ ബി നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ആള് നമുക്ക് റിസൾട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മേലെ ഇരിക്കുന്ന റബ്ബ് നമുക്ക് തരും. അതിൽ ഞാൻ 100%
സ്ട്രെസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ക്ലാസ് ഒക്കെ കിട്ടുമ്പോൾ അറ്റൻഡ് ചെയ്യുക. കാരണം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. ഓക്കെ, എല്ലാവർക്കും പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സോ നല്ല നല്ല ഫീഡ്ബാക്കിനും കമന്റ്സിനൊക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആളെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു കേട്ടോ അത്. ശരി, നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒഫീഷ്യലി ട്രെയിൻഡ് ആയ ശേഷം ക്ലാസ് എടുക്കുന്നത്. നമ്മൾ അസൈൻമെന്റിലോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു കരിയർ അടിപൊളി എക്സൽ ചെയ്ത് പോകാൻ പറ്റും ഇൻഷാല്ലാ. താങ്ക് യു. ഇൻഷാല്ലാ അടുത്ത ശനിയാഴ്ച അതുപോലെ നമുക്ക് കേട്ടുമുട്ടാം. അടുത്ത യൂണിറ്റ് നമുക്ക് ലീവ് ചെയ്ത് വിട്ടാം.